തോമസ് സാമുവൽ, പുളിമൂട്ടിൽ മഹനീയം ഹൗസിൻ്റെ അംഗം, പുളിമൂട്ടിൽ മഹനീയം കുടുംബാംഗം തോമസ് സാമുവൽ, അഡ്വക്കേറ്റ് സ്മിതയുടെ പിതാവ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 31-ാം തീയതി മറ്റന്നാൾ രാവിലെ 10 മണിക്ക് തൻ്റെ ഹോം ഗോയിങ് സർവീസ് സ്തോത്രം അതേ വസതിയിൽ വെച്ച്, ക്രോങ്കോണത്തിന് സമീപത്തുള്ള വസതിയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ അറ്റൻഡ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ദുഃഖാർത്ഥത്തിൽ ആയിരിക്കുന്നതായ ആൻറ്റിയെയും 2 കുഞ്ഞുങ്ങളെയും കൊച്ചുമോളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവം ആശ്വാസത്തിൻ്റെ ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജുകളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് രാത്രി നാം കേൾക്കുവാൻ പോകുന്നതായ ഈ നല്ല ബൈബിൾ സ്റ്റഡിയുടെ വിഷയം ഇതാണ്: ന്യൂ ജെറുസലേം. ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം, പുതിയ യെരുശലേം. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ നിന്നാണ് ഈ രാത്രിയിൽ സ്തോത്രം പുതിയ യെരുശലേമിനെ കുറിച്ച് നാം ദൈവകൃപയാൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഉന്നതമായ ലക്ഷ്യമാണ്, ഡെസ്റ്റിനിയാണ് ന്യൂ ജെറുസലേം. സ്വർഗത്തിൻ്റെ ഔന്നത്യമാണ് ന്യൂ ജെറുസലേം, പുതിയ യെരുശലേം. ഒരുപക്ഷെ സാധാരണ പെന്തക്കോസ്റ്റൽ ശുശ്രൂഷകളെക്കാൾ ഏറ്റവും കൂടുതൽ പുതിയ യെരുശലേം, സിയോൻ തുടങ്ങിയതായ പദങ്ങൾ പറയുന്നത് ദി പെന്തിക്കോസ് സഹോദരങ്ങളാണ്. ദി പെന്തിക്കോസിൻ്റെ കൺവെൻഷൻ പ്ലാറ്റ്ഫോമുകളിൽ, സഭായോഗങ്ങളിൽ, അതുപോലെ ബൈബിൾ സ്റ്റഡികളിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നത് സിയോൻ, അതുപോലെ ന്യൂ ജെറുസലേം തുടങ്ങിയതായ പദങ്ങളായിരിക്കും. സ്തോത്രം, പുതിയ യെരുശലേം എന്ന പദങ്ങളായിരിക്കും. ഈ രാത്രി നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് വേറൊരു മനുഷ്യൻ്റെ ശബ്ദമോ ഒരു സംഘടനയുടെ ശബ്ദമോ അല്ല, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു. സോ അങ്ങനെയായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. സ്തോത്രം. സംഘടനകളുടേതായ ഉപദേശത്തിലല്ല നിങ്ങൾ ഞാൻ നിൽക്കേണ്ടത്, വേദപുസ്തകത്തിൻ്റെ ഉപദേശത്തിലാണ് നാം നിൽക്കേണ്ടത്. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ചുമ്മാ ചിന്തിച്ചു ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചിരുന്നാട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അതെ, പ്രതീക്ഷയുടെ ദൈവസന്നിധിയാണ്. ദൈവം വസിക്കുന്നത് സ്തുതികളുടെ മധ്യത്തിലാണ്. നിത്യതയെക്കുറിച്ച് നമ്മൾ ഇന്ന് രാത്രിയും കേൾക്കുന്നു. സന്തോഷമുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതുകൊണ്ട് പ്ലീസ് ആ എക്സ്പെക്റ്റേഷനോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. സ്തോത്രം. സ്വർഗത്തിൽ എത്തുന്ന ഒരു വാതിലുണ്ട്. സ്വർഗത്തിലെത്താൻ പല വാതിലില്ല. സ്വർഗത്തിലെത്താൻ നോഹയുടെ പെട്ടകത്തിന് ഒറ്റ വാതിലുണ്ടായിരുന്നതുപോലെ സ്വർഗത്തിലെത്താൻ ഒരു വാതിലേ ഉള്ളൂ. സ്വർഗത്തിലെത്തുന്ന ആ ഒരു വാതിൽ ആരാണ്? ഞാൻ ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു സാങ്കല്പികമാണ്. ഒരു സഹോദരി ദീർഘനാളുകൾ രോഗിയായി കിടന്നു. എന്നിട്ട് രോഗിയായി കിടന്ന ശേഷം അവർ മരിച്ച് സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ വാതിക്കൽ പത്രോസ് നിൽക്കുകയാണ്. അപ്പോൾ പത്രോസിനെ കണ്ട് അവർക്ക് വലിയ സന്തോഷമായി. സ്വർഗത്തിലേക്ക് അവർ ഉറ്റുനോക്കി. വളരെ മനോഹരമായ സ്ഥലമാണ് സ്വർഗം എന്ന് കണ്ടതിൽ അവർക്ക് ഭയങ്കര ആവേശമായി. ഈ സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറിയാൽ മതി. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരു ടെസ്റ്റ് ഉണ്ട്, 1 സെക്കൻഡ് നിന്നാട്ടെ, ഒരു പദം പറയണം, അത് പറഞ്ഞിട്ട് മാത്രമേ ഈ സ്വർഗത്തിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ അവൾ ചോദിച്ചു, ഏതാണ് ആ പദം? പത്രോസ് പറഞ്ഞു, ലവ് അഥവാ സ്നേഹം എന്ന പദമാണ്. എളുപ്പമാണല്ലോ, ലവ്. കണ്ടിട്ട് തോന്നില്ലല്ലോ എല്ലാവരും. എന്താണ് ആ പദം? എന്താണ്? ലവ്, LOVE ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ സ്നേഹം. ആ സഹോദരി ആവേശത്തോടെ പറഞ്ഞു സ്നേഹം. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെൽക്കം ടു ഹെവൻ, വെൽക്കം ടു ഹെവൻ. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോയി. ഒരു 6-7 മാസം മുന്നോട്ട് പോയപ്പോൾ പത്രോസിന് ഏതോ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യണമായിരുന്നു. നിങ്ങൾ എന്നോട് വന്ന് വഴക്കിടല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പത്രോസിന് സ്വർഗത്തിൽ എന്താണ് അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞു. സോ ഇത് കഥയെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. പത്രോസ് ഏതോ അത്യാവശ്യ കാര്യം ചെയ്യേണ്ട ദിവസമായപ്പോൾ ഈ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്നത്തേക്ക് ഒരു കാര്യം ചെയ്യണം, നീ സ്വർഗത്തിൻ്റെ വാതിക്കൽ ഇന്ന് നീ നിൽക്കണം. എന്നിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒരു പദം പറഞ്ഞു വിട്ട് മാത്രമേ അവരെ ഉള്ളിലേക്ക് കയറ്റാവൂ. സോ അവർക്ക് സന്തോഷമായി. അവരങ്ങനെ സ്വർഗത്തിൽ നിന്നു. പലരോട് പല വാക്കുകൾ പറഞ്ഞ്, സിമ്പിളായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് അവരെ ഉള്ളിലേക്ക് കയറ്റി. അല്പം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഭർത്താവ് വരികയാണ്.
അവരുടെ ഭർത്താവ് വന്നപ്പോഴേക്കും ഭർത്താവിനോട് ചോദിച്ചു, ആഹാ നിങ്ങളാണോ വരുന്നത്? ഉടനെ ഭർത്താവ് തിരിച്ചു ചോദിച്ചു, ആഹാ നീയാണോ ഇവിടുത്തെ ഗേറ്റ് കീപ്പറായി നിൽക്കുന്നത്? നിങ്ങളെങ്ങനെയാ ഇവിടെ വന്നത്? അപ്പോൾ അവർ പറഞ്ഞു, സുന്ദരിയായ ഒരു ഉദ്യോഗസ്ഥയായ നിന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പക്ഷേ നീ ഇങ്ങനെയൊക്കെ രോഗിയായി നീ പെട്ടെന്ന് മരിച്ചുപോയി. നീ മരിച്ചു പോയപ്പോഴേക്കും ഞാൻ വീണ്ടും അടുത്ത പുനർവിവാഹം ചെയ്തു. അപ്പോഴേക്കും ബോഡികൾ അടിച്ചപ്പോഴേക്കും നമ്മൾ ചെറിയ വീടുണ്ടല്ലോ, ഞാൻ അതിനെ കളഞ്ഞിട്ട് വലിയൊരു മഹാമന്ദിരം ഞാൻ മേടിച്ചു. ഏറ്റവും ബെസ്റ്റ് കാറ് വാങ്ങി. ലോകം മുഴുവൻ ഞങ്ങൾ ഊരു ചുറ്റി. ഞാനും പുതിയ ഭാര്യയുമായി ലോകം മുഴുവൻ ഞങ്ങളിങ്ങനെ ചുറ്റി. അങ്ങനെയായിരുന്നു. മറ്റൊരു രാജ്യത്തിൽ ഒരു വെള്ളച്ചാട്ടത്തിൽ ഞങ്ങളിങ്ങനെ കുളിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ആ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടി എൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടു. എൻ്റെ തല ഒരു കല്ലിലിടിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. തലയിടിച്ച് മരിച്ച് അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. സ്വർഗത്തിലാണെങ്കിലും ആ സഹോദരിയുടെ BP അങ്ങ് കൂടി. അവർ പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതി. ആ വാക്ക് ഏതാണ്? ചെക്കോസ്ലോവാക്കിയ. കടിച്ച പൊട്ടാത്ത ആ വാക്ക് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറിയാൽ മതി. പക്ഷെ ഞാൻ പറയട്ടെ, വേറെ ഏതോ കടിച്ചാൽ പൊട്ടാത്ത വാക്ക് പറഞ്ഞിട്ടല്ല സ്വർഗത്തിൽ കയറുന്നത്. സ്വർഗം ആരുടെയും വകയല്ല, സ്വർഗം മനുഷ്യൻ്റെ വകയല്ല. ഇത് പറഞ്ഞിട്ട് നിങ്ങളാണ് ഗേറ്റിൽ നിൽക്കുന്നെങ്കിൽ എനിക്ക് എന്നെപ്പോലും ഗേറ്റ് വിടത്തില്ല എന്നുള്ളത് പോലെയാണ് ഇരിക്കുന്നത്. കാരണം അകത്ത് കുഞ്ഞാമിയും കുശുമ്പും കുതികാൽവെട്ടും ഉള്ളവരുടെ സ്ഥലമല്ല സ്തോത്രം സ്വർഗം. നമുക്കിവിടെ എങ്ങനെയൊക്കെ അഭിനയിക്കാനും ഇവിടെയൊക്കെ പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയും. മനുഷ്യൻ മുഖത്തെ കാണുന്നു, ദൈവം ഹൃദയങ്ങളെ കാണുന്നു. സ്വർഗത്തിൽ കാണുവാനുള്ളതായ ഒരൊറ്റ വാതിലേ ഉള്ളൂ. ഞാൻ തന്നെ വാതിലാകുന്നു എന്നാണ് ചെയ്ത കർത്താവായ യേശു. യോഹന്നാൻ സുവിശേഷത്തിൽ അങ്ങനെ കർത്താവ് പറഞ്ഞു, ആടുകളെ വാതിൽ യേശു ആകുന്നു. ആടുകളെ വാതിലാകുന്ന യേശുവിലൂടെ മാത്രമേ സ്വർഗത്തിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. എന്നിലൂടെ അല്ലാതെ ആര് പിതാവിൻ്റെ അടുക്കൽ എത്തുന്നതേ ഇല്ല. സ്തോത്രം. എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കൽ ആരും എത്തുന്നില്ല. ഫേമസ് ആയിട്ടുള്ള വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വേറെ ഒന്നിലും രക്ഷയില്ല. ചർച്ച് മെമ്പർഷിപ്പ് നമ്മെ രക്ഷയിലേക്ക് നടത്തുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നില്ല. നമ്മളെ എത്തിക്കുന്നത് സ്തോത്രം യേശു എന്ന നാമമാണ്. ഫേമസ് ആയ വാക്യം, സ്തോത്രം. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന സ്തോത്രം ഏകനാമം കർത്താവായ യേശുവിൻ്റെ നാമം മാത്രമാണ്. സോ യേശു കർത്താവിലൂടെയാണ് നമുക്ക് രക്ഷ, യേശുവിലൂടെയാണ് നമ്മുടെ വിമോചനം, യേശുവിലൂടെ മാത്രമാണ് സ്വർഗത്തിൽ നമുക്ക് എത്തുവാൻ കഴിയുന്നത്. സോ പുതിയ യെരൂശലേം എന്ന് പറയുന്ന ആ സ്വർഗത്തിൻ്റെ ഡെസ്റ്റിനിയിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തുമ്പോൾ മനസ്സിലാക്കുക, ബാക്കിയുള്ള സകലതും കഴിഞ്ഞിട്ടാണ് ദൈവജനം ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. സകലതും കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ വെച്ച് ചെയ്ത് തീർക്കേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ടാകട്ടെ നാം ദൈവസന്നിധിയിലേക്ക് എത്തുവാൻ. ആമേൻ. കാണേണ്ടത് മുഴുവൻ നമ്മൾ കണ്ട് തീർത്തിട്ട് വേണം പോകാൻ. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് വേണം ദൈവസന്നിധിയിൽ പോകാൻ. 2 എക്സാമ്പിൾ. ഒന്ന്, അബ്രഹാം തൻ്റെ പൂർണ്ണ വാർദ്ധക്യത്തിൽ അവൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. സെയിം തിങ്, ദാവീദ് ചെയ്ത് തീർക്കേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഭക്തന്മാർ അനേകർ സ്തോത്രം ചെയ്ത് തീർക്കേണ്ടത് ചെയ്ത് തീർത്തിട്ടാണ് കടന്നു പോയത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ദർശനങ്ങളുമായി ഒരിക്കലും സ്തോത്രം സ്വർഗത്തിൽ കയറുവാൻ ഇടവരരുത്. ദർശനങ്ങളുടെ ഫുൾഫിൽമെൻറ്റ് കണ്ടിട്ട്, ദർശനങ്ങളുടെ പൂർത്തീകരണം കണ്ടിട്ട് മാത്രമേ നിത്യതയിൽ നമ്മൾ പോകാവൂ. കേട്ട വാഗ്ദത്തങ്ങൾ സ്തോത്രം പൂവണിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സ്വർഗത്തിൽ എത്താവൂ. സോ സ്വർഗത്തിൽ പുതിയ യെരൂശലേം എന്ന കോൺസെപ്റ്റിലേക്ക് നാം നോക്കുമ്പോൾ അതിന് മുൻപുള്ള അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം, അതിന് മുൻപുള്ളതായ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ്? കൽവരി ക്രൂശിന്മേൽ കാലസമ്പൂർണ്ണതയിൽ യേശു കർത്താവ് വന്ന് മരിച്ച് അടക്കപ്പെട്ട മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. സഭയുടെ ഉൾപ്രാപണം കഴിഞ്ഞു. ഞാൻ ഈ നോർത്ത് ഇന്ത്യയെ പ്രസംഗിച്ച് ഇങ്ങനെയുള്ള പരീക്ഷ വൃന്ദത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കമോൺ. സ്തോത്രം. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു. അതുപോലെ മനുഷ്യൻ്റെ സ്തോത്രം ഉൾപ്രാപണം, സഭയുടെ ഉൾപ്രാപണം കഴിഞ്ഞു. സഭയ്ക്ക് കർത്താവ് നൽകിയതായ അല്ലെങ്കിൽ നൽകാൻ പോകുന്നതായ ആ പ്രതിഫലം, സ്തോത്രം, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലുള്ളതായ ആ പ്രതിഫലം നൽകി കഴിഞ്ഞു.
അന്ത്യന്യായവിധി അത് കഴിഞ്ഞു. മില്ലേനിയം റെയിൻ, ആ സഹസ്രാബ്ദ വാഴ്ച കഴിഞ്ഞു. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ചെയ്യാനുള്ളത് മുഴുവൻ കർത്താവ് ചെയ്ത് കഴിഞ്ഞു. തൻ്റെ പ്രോഗ്രാം അനുസരിച്ച്, വചനത്തിൽ കർത്താവ് ടാലി ചെയ്തിരിക്കുന്നതനുസരിച്ച് സകലതും കഴിഞ്ഞിട്ടാണ് പുതിയ യെരൂശലേം എന്ന കോൺസെപ്റ്റിലേക്ക് യേശു കർത്താവ്, സ്തോത്രം, ഇതാ യോഹന്നാന് കാണിച്ചു കൊടുക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ ആണ് പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ചിത്രം നമുക്ക് ദൈവകൃപയാൽ ലഭിക്കുന്നത്. അതിന് മുഴുവൻ ചെയ്ത് തീർക്കേണ്ടത് മുഴുവൻ ദൈവം ചെയ്ത് തീർത്തു. ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. വിശുദ്ധിയിൽ നിന്നാട്ടെ, കൃപയിൽ നിന്നാട്ടെ, ആത്മാവിൽ നടന്നാട്ടെ, വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചാട്ടെ. ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 47% ആൾക്കാർ ലോകത്തിൽ, സ്തോത്രം, സ്വർഗം ഒരു യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നുണ്ട്. 47%, 47% ആൾക്കാർ സ്വർഗം യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുന്നു. 25% ആൾക്കാർ, സ്തോത്രം, നല്ല ആൾക്കാരാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. 25% ആൾക്കാർ ആരാണ്? നല്ല ആൾക്കാരാണ് സ്വർഗത്തിൽ പോകുന്നത് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് അപകടകരമാണ്. നല്ല ആൾക്കാരല്ല സ്വർഗത്തിൽ പോകുന്നത്, രക്ഷിക്കപ്പെട്ടവരാണ് സ്വർഗത്തിൽ പോകുന്നത്. യേശു ഉള്ളവരാണ് സ്വർഗത്തിൽ പോകുന്നത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത, സ്തോത്രം, യേശു ജീവിതത്തിൽ ഉള്ളവരും യേശു പറഞ്ഞതായ ഉപദേശത്തിൽ ജീവിക്കുന്നവരെ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നല്ല ആൾക്കാർക്കുള്ളതായ സ്ഥലമല്ല സ്വർഗം. പകരം യേശു ഉള്ളതായ ദൈവത്തിൻ്റെ ജനത്തിന് ഉള്ളവർതാണ്, സ്തോത്രം, സ്വർഗം എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ യെരൂശലേമിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് വായിച്ചു തുടങ്ങാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1-2 വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും, വായിച്ചേ, ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. 2-ാമത്തെ വാക്യം വായിച്ചേ. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവസന്നിധിയിൽ നിന്ന്, സ്തോത്രം, ഇതാ പുതിയ യെരൂശലേം ഇറങ്ങുന്നത് കണ്ടു. എങ്ങനെയാണ് അത് ഇറങ്ങി വരുന്നത്? ആ പട്ടണം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവസാനത്തെ 2 ലൈൻ വായിച്ചു. എന്താണ്? ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. സോ പ്രിപ്പയർഡ്, ഇംഗ്ലീഷ് ബൈബിൾ വച്ചാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ പ്രിപ്പയർ എന്ന പദം ആദ്യം പറയട്ടെ, 2-ാമത്തെ കാര്യം പിന്നെ പറയാം. പ്രിപ്പയർഡ്. ഒന്നാമതായി പുതിയ യെരൂശലേം എന്ന് പറയുന്നതായ സ്ഥലം, സ്തോത്രം, അതെ, അതൊരു പ്രിപ്പയർഡ് പ്ലേസ് ആണ്. അത് ഒരു ഒരുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ഒരുക്കപ്പെട്ട സ്ഥലമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടു കൂടിയാണ് ആയിരിക്കുന്നത്. സ്തോത്രം. യെരൂശലേം, പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഇതാ ഒരുക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ന്യൂ ജെറുസലേം. ന്യൂ ചേർത്തുള്ളതായ പല പട്ടണങ്ങളെ നിങ്ങൾക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. പറഞ്ഞേ, ഈ രാജ്യത്തിൽ തന്നെ പല ന്യൂ ചേർത്തതായ പട്ടണങ്ങളുണ്ട്. ന്യൂ ഡൽഹി, ന്യൂ ബോംബെ, സ്തോത്രം, ഇങ്ങനെ ന്യൂ ചേർത്തതായ പല പട്ടണങ്ങൾ ലോകത്തിലുണ്ട്. ന്യൂ ഡൽഹി, ന്യൂ ബോംബെ, പിന്നെ ന്യൂ മെക്സിക്കോ എന്നൊരു സ്റ്റേറ്റ് തന്നെ അമേരിക്കയിലുണ്ട്. റൈറ്റ്. അതുപോലെ യോർക്ക് എന്ന പണ്ടൊരു പട്ടണം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അത് അറിയപ്പെടുന്നത് ന്യൂയോർക്ക് എന്നാണ്. ജേഴ്സി എന്ന പണ്ടൊരു പട്ടണം ഉണ്ടായിരുന്നു, ഇന്ന് അതറിയപ്പെടുന്നത് ന്യൂ ജേഴ്സി എന്നാണ്. നിങ്ങൾക്ക് ധാരാളം പട്ടണങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളെ, ന്യൂസിലാൻഡ് എന്ന്, സ്തോത്രം, ഉൾപ്പെടെ ഉള്ളതായ സ്ഥലങ്ങളെ നിങ്ങൾക്ക് പറവാന്തക്കൊണ്ടും കഴിയും. സ്തോത്രം. അതെ, പഴയ യെരൂശലേമല്ല, പക്ഷേ പുതിയ യെരൂശലേം അത് ഒരുക്കപ്പെട്ടതായ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പഴയ യെരൂശലേമിൻ്റെ പ്രത്യേകത എന്താണ്? പഴയ യെരൂശലേം അത്ര നല്ല പട്ടണമെന്ന് തോന്നുന്നില്ല. കാരണം വിശ്വാസത്തിൻ്റെ നായകനാകുന്ന കർത്താവ് യേശു തന്നെ പറഞ്ഞു, യെരൂശലേമേ, യെരൂശലേമേ,
യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുന്നവളെ. പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ പട്ടണമാണ് സ്തോത്രം യെരൂശലേം പട്ടണം. ദൈവദാസന്മാരെ വേദനിപ്പിക്കുന്നതായ അല്ലെങ്കിൽ വേദനിപ്പിച്ച പട്ടണമാണ്. റിലീജിയസ് സിറ്റിയാണ്, മതത്തിൻ്റെ പട്ടണമാണ്. സ്തോത്രം, അതേ പഴയ യെരൂശലേം അല്ലെങ്കിൽ ഇന്ന് കാണുന്നതായ യെരൂശലേം. പ്രവാചകന്മാരുടെ രക്തം വീഴ്ത്തിയ പട്ടണമാണ് ആ പഴയ യെരൂശലേം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല, മനശ്ശെ രാജാവിൻ്റെ കാലത്ത് ഏറ്റവും മഹത്വപൂർണമായ മഹനീയമായ ശുശ്രൂഷ ചെയ്ത സ്തോത്രം യെശയ്യാവിനെ പോലും വാൾ കൊണ്ട് കൊന്നുകളഞ്ഞ പട്ടണമാണ് സ്തോത്രം അത് യെരൂശലേം പട്ടണം. യിരെമ്യാവിനെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തതായ പട്ടണമാണ് സ്തോത്രം അത് യെരൂശലേം. സോ അങ്ങനെ ധാരാളം ആൾക്കാർ സ്തോത്രം യോഹന്നാൻ സ്നാപകൻ്റെ രക്തം എന്തിനേറെ പറയുന്നു, കർത്താവായ യേശുവിൻ്റെ രക്തം നന്മയ്ക്കായി എന്ന് പറയാം. പക്ഷേ യെരൂശലേമിൻ്റെ പ്രത്യേകത ഇതാണ്, ദൈവം ആരെയാണോ അയച്ചത് അവരെല്ലാവരെയും കല്ലെറിഞ്ഞിട്ടുണ്ട്. ദൈവം ആരെയാണോ എഴുന്നേൽപ്പിച്ചത് അവരെല്ലാവരെയും കൊന്നിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്താട്ടെ രണ്ട് പദങ്ങൾ. ദൈവം അയച്ചവരെ കല്ലെറിയുന്നു, ദൈവം എഴുന്നേൽപ്പിച്ചവരെ കൊല്ലുന്നു. മതത്തിൻ്റെ പ്രത്യേകതയാണ് മതം ചെയ്യുന്നത്. അയക്കുന്നവരെ കല്ലെറിയുന്നു, എഴുന്നേൽപ്പിക്കുന്നവരെ കൊല്ലുന്നു. അയക്കുന്നവരെ കല്ലെറിയുന്നു, എഴുന്നേൽപ്പിക്കുന്നവരെ കൊല്ലുന്നു. വാളുകൊണ്ടായി ആയിരിക്കണമെന്നല്ല, നാക്കുകൊണ്ടായിരിക്കാം. അയക്കുന്നവരെ കൊല്ലുന്നു, എഴുന്നേൽപ്പിക്കുന്നവരെ കൊല്ലുന്നു, അയക്കുന്നവരെ കല്ലെറിയുന്നു. പഴയ യെരൂശലേം അത് മതത്തിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ രക്തം ചെയ്യാം. എല്ലാ മതഭൂതങ്ങൾ ഇന്ന് രാത്രി അകന്നു നിൽക്കട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ കല്ലെറിയുന്ന, ദൈവജനത്തെ കൊല്ലുന്നതായ എല്ലാ മതത്തിൻ്റെ അജണ്ടകൾ മാറി പകരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്. സോ പഴയ യെരൂശലേം കണ്ണുനീരിൻ്റെ, നിലവിളിയുടെ, യുദ്ധത്തിൻ്റെ പട്ടണമാണ്. ഞാൻ ധാരാളം പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ മറ്റേത് പട്ടണത്തെക്കാളും ഏറ്റവും കൂടുതൽ യുദ്ധം കണ്ടതായ പട്ടണമാണ് യെരൂശലേം പട്ടണം. ഏറ്റവും കൂടുതൽ നിരോധിക്കപ്പെട്ട പട്ടണമാണ്. സ്തോത്രം, ഏറ്റവും കൂടുതൽ അതേ പോരാട്ടങ്ങൾ കണ്ട പട്ടണമാണ് പഴയ യെരൂശലേം. പക്ഷേ ഈ പുതിയ യെരൂശലേം അങ്ങനെയല്ല. പുതിയ യെരൂശലേം എന്ന് പറയുന്നത് സ്തോത്രം ഒരുക്കപ്പെട്ട പട്ടണമാണ്. ആരാ ഒരുക്കിയത്? ഈവൻ മാനേജ്മെൻ്റ് അല്ല, മനുഷ്യനല്ല, പകരം സർവശക്തനായ കർത്താവ് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുക്കി പുതിയ യെരൂശലേമിനെ ഇറക്കിയാണ്. ഊട്ടി പോയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഊട്ടി പോയിട്ടുള്ളവർ, മൂന്നാർ പോയിട്ടുള്ളവർ കരങ്ങൾ ചൊലിപ്പിച്ച് മൂന്നാർ, കൊടൈക്കനാൽ പോയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ഇതിനൊന്നിനും കരങ്ങൾ ഉയർത്താത്തവർ എന്നെ ഈ മീറ്റിങ്ങിന് ശേഷം വന്ന് കണ്ടിട്ട് പോകണം. നിങ്ങളുടെ കഞ്ചൂസ് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം. അപ്പോൾ നോക്കണമേ, ഊട്ടി പോകുമ്പോൾ, അതെ കൊടൈക്കനാൽ പോകുമ്പോൾ, വിവിധ ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയൊക്കെ ഭയങ്കര ഭംഗിയാണ്, നല്ല സൗന്ദര്യമാണ് എന്നൊക്കെയാണ് നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയുന്നത്. സഹോദരി സഹോദരന്മാരെ, 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ ഇവണ്ണം സൃഷ്ടിച്ചെടുത്തത്. 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചതായ ഈ ഭൂമിക്ക് ഇത്രയും സൗന്ദര്യമെങ്കിൽ 2000-ലധികം വർഷം കൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗം എത്ര 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 വലിയ സൗന്ദര്യമുള്ളതായ സ്ഥലമായിരിക്കും. കൈയടിക്കണമെങ്കിൽ നേരെ കൈയടിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം എത്ര മനോഹരമായ സ്ഥലമായിരിക്കും സ്വർഗം. സോ ഈ ഭൂമിയേക്കാൾ എത്രയോ ആയിരക്കണക്കിന് മടങ്ങിന്, എത്രയോ ആയിരക്കണക്കിന് സൗന്ദര്യമുള്ളതായ അതേ മനോഹരമായ ഒരുക്കപ്പെട്ട ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 2-ാം വാക്യം, ഐ ഗോ ടു പ്രിപ്പയർ എ മാൻഷൻ ഫോർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഞാൻ പോയി ഈ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും. സോ 2000 വർഷമായി കർത്താവ് ആ സ്വർഗത്തെ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഒന്ന് അവിടെ നാം എത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലൊന്ന് കർത്താവ് യേശു നമ്മെ വന്ന് ചേർക്കും. ഇറ്റ്സ് എ പ്രിപ്പയർഡ് പ്ലേസ്. അത് ഒരുക്കപ്പെട്ടതായ ഒരു സ്ഥലമാണ്. അത് ഒരുക്കപ്പെട്ട സ്ഥലം. വീണ്ടും തിരുവചനത്തിൽ നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അത് ഒരുക്കപ്പെട്ട സ്ഥലം മാത്രമല്ല, അത് അലങ്കരിക്കപ്പെട്ടതായ സ്ഥലമാണ്. അത് ഒരുക്കപ്പെട്ട സ്ഥലം മാത്രമല്ല, പിന്നെ എന്താണ് പറഞ്ഞാട്ടെ? അലങ്കരിക്കപ്പെട്ട സ്ഥലമാണ്. വീണ്ടും സ്തോത്രം, അലങ്കരിക്കപ്പെട്ട സ്ഥലം. അതേ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് 21:2 പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി പറഞ്ഞേ
അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. നിങ്ങളാരും മിണ്ടിയില്ല. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി വായിക്ക്. അല്ല, ഞായറാഴ്ച മാത്രമേ ആർപ്പുയരത്തുള്ളൂ എന്ന് പ്രതിഷ്ഠയൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചു. റെഡി, 1 2 3. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. രണ്ടാമത്തെ ലൈനിൽ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടി പോലെ. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് അലങ്കാരം. അത് സ്തോത്രം, അത് അത്രത്തോളം എന്തുവാ അലങ്കരിച്ചിട്ടുള്ളതായ ഒരു സ്ഥലമാണ്. അവിടെ അലങ്കരിച്ചത് ആരാണ്? കർത്താവാണ് അതിനെ സ്തോത്രം അലങ്കരിച്ചിട്ടുള്ളത്. അതൊരു മെറ്റഫോർ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്ത് സ്തോത്രം പരിശുദ്ധാത്മാവ് യോഹന്നാനിലൂടെ എഴുതുകയാണ്. യോഹന്നാൻ കാണുമ്പോൾ ഒരുങ്ങി ഇറങ്ങുന്നതായ അല്ലെങ്കിൽ സ്തോത്രം അലങ്കരിച്ച് ഇറങ്ങുന്നതായ ഒരു പട്ടണങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത്, അലങ്കാരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓണം സീസണിൽ ഈ പട്ടണത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സ്തോത്രം ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് അലങ്കരിക്കാറുണ്ട്. ക്രിസ്മസിന് ഇപ്രാവശ്യം ഇടേണ്ട ലൈറ്റ് ഓഫ് ചെയ്തു. അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. സ്തോത്രം. അതിന് വേറെ കാര്യമുണ്ട്, ക്യാമറയിൽ ഉള്ളത് കൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. സ്തോത്രം. ക്രിസ്ത്യാനികളുടെ സെലിബ്രേഷൻ ഡേ ആയ ക്രിസ്മസിന് ലൈറ്റ് ഓഫ് ചെയ്തു. 26-ാം തീയതി മുതൽ അത് ഓൺ ചെയ്തു. കം ഓൺ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പ്രതിപക്ഷമാണോ ഇന്ന് കേരളം ഭരിക്കുന്നത് എനിക്ക് എന്ന് സംശയമുണ്ട്. സ്തോത്രം. എന്നാൽ ആരൊക്കെ ലൈറ്റ് ഓഫ് ചെയ്താലും ഒരു ലൈറ്റ് ഓഫ് ചെയ്യാത്ത നല്ലൊരു പുതിയ യെരുശലേം കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. സോ ഏത് പട്ടണത്തിൽ ലൈറ്റ് ഇട്ടാലും, ഏത് പട്ടണത്തിൽ ഫയർ ക്രാക്കേഴ്സ് അല്ലെങ്കിൽ കരിമരുന്ന് പ്രയോഗങ്ങൾ നടത്തിയാലും നമുക്കൊരിക്കലും തോന്നിയിട്ടില്ല ഭർത്താവിന് വേണ്ടി ഭാര്യ ഒരുങ്ങുന്ന പോലെ, മണവാട്ടി ഒരുങ്ങുന്നത് പോലെ ഈ പട്ടണം ഒരുങ്ങിയിരിക്കുന്നെന്ന്. ദാറ്റ് മീൻസ് വർണ്ണിപ്പാൻ കഴിയാത്ത വലിയ അലങ്കാരമായി പുതിയ യെരുശലേം ദൈവസന്നിധിയിൽ ഇറങ്ങിയാണ്. ഏറ്റവും വലിയ അലങ്കാരമായി കാണുന്നത് പലപ്പോഴും മണവാളൻ്റെ അടുക്കലേക്ക് ആ വിവാഹ ദിവസം കയറി ചെല്ലുമ്പോഴാണ്. നിരാവിലെയും സ്തോത്രം അശ്വിൻ്റെയും കസിയയുടെയും കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വരുന്ന വഴിക്ക്, എത്തേണ്ട വഴിക്ക് സ്തോത്രം ജോയ് ബ്രദറിനോട് ഹലോ എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം അദ്ദേഹം ഫോണെടുത്തപ്പോൾ ഞാൻ ചോദിച്ചത് പെണ്ണെത്തിയോ എന്നാണ്. എന്താ സഹോദരിമാർ ചിരിക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഞാൻ എന്തോ ചോദിച്ചേ? ചെറുക്കൻ എത്തിയോ എന്നല്ല, പകരം എന്താണ്? പെണ്ണെത്തിയോ. കാരണം പെണ്ണെത്തിയെങ്കിൽ 99.9999% ബാക്കി എല്ലാവരും എത്തിയിരിക്കും. ഹല്ലേലൂയ. കത്തോളനെ പച്ചാ കാത്തോളനെ. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഏറ്റവും കൂടുതൽ വരാൻ ലേറ്റാകുന്നത് ആരാ? ഷൈലാൻഡി. ഹല്ലേലൂയ. താങ്ക് യു. അനന്യാസ് എത്തി 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സഫീർ എത്തിയതെന്ന് തിരുവചനം പറയുന്നു. എല്ലാറ്റിനും വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. സോ അലങ്കാരം ഏറ്റവും കൂടുതൽ സ്തോത്രം മണവാട്ടിക്കാണ് അല്ലെങ്കിൽ പെണ്ണിനാണ്. സഹോദരന്മാരുടെ ഉത്സാഹത്തിനും ഉണർവിനുമായി സ്തോത്രം. കാരണം അവരെന്നെ നോക്കി ചോദിക്കുന്നു, ഓൾറെഡി ദൈവം ഒരുക്കിയിട്ടുണ്ട് ബ്രദർ, പിന്നെ കൂടുതൽ എന്തോ ഒരുക്കുക? കൂടുതൽ ഒരുക്കം സ്തോത്രം പിടക്കോഴിക്കാണ്. പൂവൻ കോഴിക്ക് കൂടുതൽ ഒരുക്കം ആവശ്യമില്ല. കാരണം ഏറ്റവും കാണാൻ ചന്തം. നമുക്ക് പിന്നെ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഈ വാക്യത്തിൽ തിരുവചനം പറയുന്ന സ്തോത്രം മണവാളന് വേണ്ടി മണവാട്ടി അലങ്കരിച്ചിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ആരിറങ്ങുന്നു? പുതിയ യെരുശലേം സ്തോത്രം ഇറങ്ങുന്നു. അലങ്കാരം. എല്ലാവരും പറഞ്ഞാട്ടെ, അലങ്കാരം. സഹോദരൻ, ഞാൻ നിങ്ങളവരോട് പറയട്ടെ, സ്തോത്രം. അഹംഭാവം അഭംഗിയാകുമ്പോൾ താഴ്മ അലങ്കാരമാണ്. എഴുതിയെടുക്കണം, കാണാതെ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. അഹംഭാവം സ്തോത്രം എന്തുവാകുമ്പോൾ? അഹംഭാവം അലങ്കാരമല്ല. അഹംഭാവം അഭംഗിയാകുമ്പോൾ, ഭംഗിയില്ലാത്തതാകുമ്പോൾ, അഹംഭാവം അഭംഗിയാകുമ്പോൾ താഴ്മ അത് നിങ്ങളുടെ സൗന്ദര്യമാണ്. ബെസ്റ്റ് എക്സാമ്പിൾ അഹശ്വേരോശിൻ്റെ രാജധാനിയിൽ വസ്തി കാണിച്ചത് അഹംഭാവമാണ്. ഞാൻ ആരെന്നറിയോ? എനിക്ക് ഏതാണ്ടൊക്കെ ഉണ്ട്, ഞാൻ ഏതാണ്ടൊക്കെ നേടി, ഞങ്ങൾ പഴയതുപോലെയല്ല എന്നാർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, നാശത്തിന് മുൻപേ ഗർവം. സ്തോത്രം. അഹംഭാവം അത് അഭംഗിയാകുമ്പോൾ
സ്തോത്രം, ഹദസയുടെ താഴ്മ അവളെ എസ്തേരാക്കി തീർത്തു. ഹല്ലേലൂയ. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് വാദിക്കുന്നതായ സമയത്ത് ഒരു ദൂതൻ സ്തോത്രം താഴ്മയോടെ ഇങ്ങനെ പറഞ്ഞ, കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. താഴ്മയുടെ കർത്താവ് നിന്നെ ഫലിസിക്കട്ടെ. അപ്പോൾ ദൂതനെ, എന്താ നീ ഫലിസിക്കാത്ത? ഒന്ന്, എനിക്ക് അധികാരമില്ല. പക്ഷേ നമുക്ക് അധികാരമുണ്ട്. ഒന്ന്, അധികാരമല്ല, മാത്രമല്ല വേറെ കാര്യം, സ്തോത്രം, കുറച്ച് നേരത്തെ വേറൊരുത്തൻ അഹങ്കാരം കാണിച്ചതിൻ്റെ ഫലം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ആരഹങ്കാരം കാണിച്ച? പറ. ദൂതൻ പറയും, ലൂസിഫർ പണ്ട് ഒരു അഹങ്കാരം കാണിച്ചത്. അഹങ്കാരം കാണിച്ചപ്പോഴേക്കും അവൻ ആ പദവിയിൽ നിന്ന് സസ്പെൻഡല്ല, അവന് ഡിസ്മിസ്സായി പോയി. അതുകൊണ്ട് ദൈവകൃപയാൽ ദൈവം എന്നെ ആക്കുന്നതായ സ്ഥാനത്ത് ഞാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അഹങ്കാരത്തോടെയല്ല ഞാൻ ആയിരിക്കേണ്ടത്, താഴ്മയുടെ വിനയത്തോടെയാണ് നാം ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. സോ ഇവിടെ ഇതാ അലങ്കാരം എന്ന് പറയുന്നത് താഴ്മയാണ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞാട്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി, ഈക്വൽ സ്റ്റാറ്റസ് പിടിച്ചു നിൽക്കണം, കാര്യക്കണം. നോ, അതൊന്നും യേശു കർത്താവ് കാണിച്ചില്ല. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. എത്രത്തോളം താഴ്ത്താമോ അത്രത്തോളം അവൻ താഴ്ത്തി. എത്രത്തോളം താഴ്ത്താമോ അത്രത്തോളം അവൻ താഴ്ത്തി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. സകല നാമത്തിനും മേലായ നാമം സ്തോത്രം നൽകിയുണ്ടായി. സോ ഇവിടെ ഇതാ മണവാളിന് വേണ്ടി ഒരുങ്ങുന്നത് പോലെ പുതിയ യെരൂശലേം ഇറങ്ങി വരികയാണ്. പുതിയ നിയമസഭയിൽ നമുക്കറിയാം, സ്തോത്രം, സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു ഉപമാനം മണവാട്ടി എന്ന് തന്നെയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 25, 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവിടെ വേദപുസ്തകം പറയുന്നു. സ്തോത്രം, അതെ, കന്യകമാർ മണവാളന് വേണ്ടി കാത്തിരുന്നു. സഭയെക്കുറിച്ച് പറയുകയാണ്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. വീണ്ടും എഫേസ്യ ലേഖനം 5-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെയും സ്തോത്രം, ക്രിസ്തുവിൻ്റെ സഭ മണവാട്ടി എന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 24, 25, 26 തുടങ്ങിയതായ വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. സഭ മണവാട്ടിയാണ്, അർത്ഥം സ്തോത്രം, യേശു കർത്താവ് മണവാളനാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:2 ക്രിസ്തു യേശു എന്ന സ്തോത്രം, 2 കൊരിന്ത്യർ 11:2 ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം, അവിടെയും സഭ അതെ നിർമ്മല കന്യകയെന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം, സഭ നിർമ്മല കന്യകയാണ്. സഭ കന്യകയാണ്, അല്ലെങ്കിൽ സഭ മണവാട്ടിയാണ്. മണവാളൻ മണവാട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്, വിശുദ്ധിയാണ്. ഒരിക്കൽ കൂടെ, മണവാളൻ മണവാട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്, വിശുദ്ധിയാണ്. സ്തോത്രം, അതെ, വിശ്വസ്തതയാണ്, വിശുദ്ധിയാണ്. വേറൊരാളിൻ്റെ വിശുദ്ധി അളക്കുന്നത്, സ്തോത്രം, അളക്കാനായി ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. സ്വന്തം ജീവിതത്തിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ഇരിപ്പാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മറ്റൊരാളിനെ സ്തോത്രം സമയം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ചുരിക വച്ച്, പണ്ട് ഈ ചുരിക എന്ന് പറയുന്ന ഒരു സാധനം രഹസ്യത്തിൽ കൊണ്ട് നടക്കുന്ന ആയുധം പോലെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അതെ വേദനിപ്പിച്ചു വിടാൻ സ്തോത്രം ഒന്നും ദൈവം ആരെയും ഓർഡർ ചെയ്തിട്ടില്ല. പകരം ദൈവകൃപയാൽ സ്വന്തം വിശുദ്ധി ഓർത്താണ്ട് മതി, സ്വന്തം ജീവിതങ്ങൾ ഓർത്താൽ മതി. അന്യനെ വിധിക്കാനും അന്യനെ അളക്കാനും ദൈവം നമ്മെ വിളിച്ചിട്ടില്ല. സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്തുമ്പോൾ മനസ്സിലാക്കണമേ, സ്തോത്രം, അതെ, നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധി എങ്ങനെയിരിക്കുന്നു. സോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഓരോ വിശ്വാസിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്രത്തോളം സ്തോത്രം നമ്മൾ വിശുദ്ധിയിൽ നിൽക്കുന്നു, നമ്മൾ വിശ്വസ്തതയിൽ നിൽക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ടതായ മണവാട്ടി പോലെ സ്തോത്രം പുതിയ യെരൂശലേം ദൈവസന്നിധിയിൽ ഇറങ്ങുകയാണ്. സോ 2 പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. പുതിയ യെരൂശലേം, 1 സ്തോത്രം ഒരുങ്ങിയിരിക്കുന്നു, 2 അലങ്കരിച്ചിരിക്കുന്നു. 1 ഒരുങ്ങിയിരിക്കുന്നു, 2 അലങ്കരിച്ചിരിക്കുന്നു. നമ്പർ 3, മൂന്നാമത് പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ഏതോ രാജാവോ ഏതോ ചക്രവർത്തിയോ ഏതോ സാമ്രാജ്യമോ ഏതോ മനുഷ്യനോ നിർമ്മിച്ചതല്ല, പകരം മെയ്ഡ് ഇൻ ഹെവൻസ്, ദൈവം നിർമ്മിച്ച പട്ടണമാണിത്. ദൈവം നിർമ്മിച്ച പട്ടണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം നിർമ്മിച്ച പട്ടണമാണ് സ്തോത്രം പുതിയ യെരൂശലേം. വെളിപ്പാട് പുസ്തകം തന്നെ 21-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം
നിർമ്മിച്ച പട്ടണമെന്ന് വേദപുസ്തകം പറയുന്നു. ദൈവം നിർമ്മിച്ച പട്ടണം. വെളിപ്പാട് 21:10. എല്ലാവരും സ്തോത്രം എഴുതി കഴിഞ്ഞിട്ട് ആ സ്ക്രീനിൽ നോക്കി അല്ലെങ്കിൽ ബൈബിളിൽ നോക്കി 10ാം വാക്യം വായിച്ചാട്ടെ. റെഡി? അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർന്നൊരു വൻവഴിയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയാണ്. ഭൂമിയിൽ നിന്ന് പണിത് ഉയർത്തിയ ഒരു പട്ടണമല്ല. ആരോ ഫൗണ്ടേഷൻ ഇട്ട് പിന്നെ അതിന് ചുറ്റും കോട്ട കെട്ടി പിന്നെ അതിനകത്ത് പല സ്തോത്രം ഫിക്സിംഗ് ഒക്കെ ഉണ്ടാക്കി അതേ മനുഷ്യനെങ്ങനെ നിർമ്മിച്ച് കെട്ടിപ്പൊക്കിയതായ പട്ടണമല്ല, പകരം ദൈവം നിർമ്മിച്ചതായ പട്ടണം. സഹോദരി സഹോദരന്മാരെ, കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം നിർമ്മിച്ചതായ പട്ടണത്തിലാണ്. ദൈവം നിങ്ങളെ കൊണ്ടുപോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഓർക്കണമേ, ദൈവം നിർമ്മിക്കുന്നെങ്കിൽ അത് പൊളിയാത്തതാണ്. ഞാനത് വീണ്ടും പറയും. ദൈവം നിർമ്മിക്കുന്നതെങ്കിൽ അത് പഴകാത്തതാണ്. ദൈവം നിർമ്മിക്കുന്നതാണെങ്കിൽ ദൈവകൃപയാൽ അത് സ്തോത്രം നിലനിൽക്കുന്നതാണ്. ദൈവം നിർമ്മിച്ചത് കൊണ്ട് അത് വളരെ മനോഹരമാണ്. ഒരിക്കൽ കൂടെ, ദൈവം നിർമ്മിച്ചത് കൊണ്ട് അത് വളരെ മനോഹരമാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ സാത്താൻ്റെ വീഴ്ചയ്ക്ക് മുമ്പ് ഈ ഭൂമി വളരെ മനോഹരമായിരുന്നു. കാരണം ആദിയിൽ ഉൽപ്പത്തി 1:1 ഞാൻ പറയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2ാം വാക്യം, അടുത്ത വാക്യം വായിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായിരുന്നു. പാഴായിട്ടും ശൂന്യമായിട്ട് ദൈവം ഒന്നും സൃഷ്ടിക്കുന്നില്ല. പാഴായതും ശൂന്യമായതൊന്നും ദൈവം നിങ്ങൾക്ക് തരത്തില്ല. എല്ലാം നല്ലതാരെങ്കിലും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളും പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ പക്കൽ പാഴായത് ശൂന്യമായത് സ്തോത്രം ദൈവം തരത്തില്ല. ഇനി മനുഷ്യൻ എന്തെങ്കിലും പാഴായി ശൂന്യമായി നിങ്ങളുടെ ലൈഫിൽ തരുന്നെങ്കിൽ, അയ്യോ മക്കളെ, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ ആ ഏരിയ ശൂന്യമായി കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. കർത്താവ് തന്നെ പറയും, ഞാൻ വന്ന് അതിനെ നിറയ്ക്കട്ടെ, ഞാൻ നിൻ്റെ പാഴായ അവസ്ഥകളെ മാറ്റട്ടെ. ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. മനുഷ്യൻ വിദ്യാഭ്യാസം, കുടുംബം, ജോലി, ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും പാഴായി കിടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമല്ല നിങ്ങളുടെ ആ ഏരിയ പാഴായി കിടക്കുന്നത്. ദൈവത്തിന് ഹിതമല്ല അത് ശൂന്യമായി കിടക്കുന്നത്. ദൈവം സ്തോത്രം പാടിൻ്റെ ദൈവമല്ല, ദൈവം ശൂന്യതയുടെ ദൈവമല്ല. എഫേസ്യർ 1 പറയുന്നു, സകലത്തിന് തന്നെ നിറവിനാൽ നിറയ്ക്കുന്നവനാണ് കർത്താവ്. എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാം നല്ല ദാനങ്ങളും പാഴായതാന്നല്ല, എല്ലാം നല്ല ദാനങ്ങളും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളും പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവൻ സകലത നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ, നീ ശുഭവും സുഖമായിരിക്കും. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ, പ്രോസ്പറസ് ആയിരിക്കുന്ന പോലെ. അതുകൊണ്ട് സ്തോത്രം, പുതിയ യെരൂശലേം ദൈവം നിർമ്മിതമായ ആ പട്ടണമാണ്. സ്തോത്രം, ദൈവം നിർമ്മിതമായ പട്ടണം. ആ പട്ടണത്തെയാണ് അബ്രഹാം നോക്കി കാത്തിരുന്നത്. എബ്രായലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അബ്രഹാം തൻ്റെ തലമുറയിൽ അടുത്ത 2 തലമുറയുമായി അവനതാ സ്തോത്രം ആ കൂടാരത്തിൽ അവൻ പാർത്തിരുന്നു. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. വാക്യം നോക്കിയേ, എബ്രായർ 11:9-10. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും എവിടെ പാർത്തു? കൂടാരങ്ങളിൽ പാർത്തു. അബ്രഹാം പാർത്തത് കൂടാരങ്ങളിൽ പാർത്തു. 10ാം വാക്യത്തിൽ, ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നോക്ക്, ഒരു വിശ്വാസ വീടിൻ്റെ ചിത്രമാണ് നമുക്ക് കാണുന്നത്. ഒരു വിശ്വാസിയുടെ വീട്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ സ്തോത്രം ഭവനമാണ് നിങ്ങൾ കണ്ടത്. ഹല്ലേലൂയ. എത്ര വിശ്വാസികൾ വന്നിട്ടുണ്ട്? കരങ്ങൾ ഉയർത്തിയാണ്ട്. ആമേൻ. ഹല്ലേലൂയ. സോ നിങ്ങളുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ ഈ ഒരു അനുഭവം ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. ഏറ്റവും കുറഞ്ഞത് 3 തലമുറ ആ കൂടാരത്തിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടേ? ഏറ്റവും കുറഞ്ഞത് 3 തലമുറ പറഞ്ഞാട്ടെ. എത്ര തലമുറ? 3 തലമുറ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ നാമത്തിൽ ആയുസ് തീയായതുള്ള മരണം ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നീ മക്കളെ കാണും, മക്കളുടെ മക്കളെയും കാണും. ആ ദൈവത്തിൻ്റെ ആലോചനയാണ്. അത് ഏതോ മനുഷ്യൻ്റെ ഊഹാപോകമല്ല. നീ മക്കളെ കാണും, നീ മക്കളുടെ മക്കളെയും കാണാം. അബ്രഹാം കണ്ടു, ഇസ്ഹാക്കിനെ കണ്ടു. ലോങ് ടൈമാണ് കാത്തിരുന്നത്. 24 വർഷത്തിന് ശേഷം, 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് ഇസ്ഹാക്ക് ജനിച്ചത്. ഇസ്ഹാക്ക് ജനിച്ചു കഴിഞ്ഞിട്ട് തിരുവചനം പറയുന്നു, യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്തു.
കൂടാരങ്ങളിൽ പാർത്തു. കൂടാരം, സ്തോത്രം, അബ്രഹാം മാറി മാറി കൂടാരങ്ങളിൽ പാർത്തു. വലിയൊരു ആത്മീയ പ്രിൻസിപ്പിളാണ്. പക്ഷേ ലോത്ത് പാർത്തത് അതേ പട്ടണത്തിൽ വീട്ടിൽ പാർത്തു, വീട്ടിലാണ് പാർത്തത്. സ്തോത്രം. പക്ഷേ അബ്രഹാം പാർത്തത് കൂടാരത്തിലാണ് പാർത്തത്. എപ്പോഴൊക്കെയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അബ്രഹാം ജീവിച്ചത് മൂവ്മെൻറ്റിലാണ്. അബ്രഹാം ജീവിച്ചത് ദൈവത്തിൻ്റെ ചലനത്തിലാണ്. കമൺ, ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി എൻകറേജ് ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം ജീവിക്കുന്നവനാണ്, അതുകൊണ്ട് ദൈവം ചലിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചലനത്തിൽ ജീവിച്ചാട്. ഹല്ലേലൂയ. സ്തോത്രം. ലൈഫ് ഇത്രയേ ഉള്ളൂ, ബിസിനസ് ഇത്രയേ ഉള്ളൂ, എഡ്യൂക്കേഷൻ ഇത്രയേ ഉള്ളൂ, ശുശ്രൂഷ ഇത്രയേ ഉള്ളൂ. നോ 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 ഇനിയുമുണ്ട്. രണ്ടുപേരെ ചൊട്ട് പറഞ്ഞാട്ടെ, ഇനിയുണ്ട്. ഹല്ലേലൂയ. കുളമാണെങ്കിൽ പറയുമായിരുന്നു ഇത്രയേ ഉള്ളൂ. പക്ഷേ കുളം എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് താഴത്തെ കുളം ഉണ്ടാകും എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നത് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദിയാണോ അത് ഒഴുകിയിരിക്കും. ടോക്കിംഗ് അബൌട്ട് മൂവ്മെൻറ്റ്, അത് ചലനത്തെക്കുറിച്ചാണ് പറയുന്നത്. അബ്രഹാം പാർത്തത് സ്തോത്രം കൂടാരങ്ങളിലാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്റ്റാഗ്നേഷന്, ദൈവം നിങ്ങളെ സ്തംഭനാവസ്ഥയ്ക്ക് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ചലനങ്ങൾക്ക് വേണ്ടി ദൈവകൃപയാൽ ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ചലനം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. കർത്താവ് ചലിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരെ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്. ആമേൻ. ഈ പട്ടണത്തിൽ ദൈവത്തിൻ്റെ വലിയ ചലനം കൃപയാൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ആ ചലനത്തിന് വേണ്ടിയാണ് ദൈവം ഈ കോൺഗ്രിഗേഷനിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചലനത്തിന് വേണ്ടി ദൈവ വ്യക്തിയായി, കുടുംബമായി ദൈവകൃപയാൽ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അബ്രഹാം ദൈവം നിർമ്മിച്ചതായ ആ പട്ടണത്തിന് വേണ്ടി സ്തോത്രം കാത്തിരുന്നു. നോക്കണമേ, ആ ദൈവം നിർമ്മിച്ചതായ ആ പട്ടണം, ദൈവം നിർമ്മിച്ച പട്ടണം എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത്, ഞാനത് വായിക്കുന്നതായ സമയത്ത് അത് ഒരുക്കപ്പെട്ട സ്ഥലമാണ്, അത് അലങ്കരിക്കപ്പെട്ട പട്ടണമാണ്, ഒരുങ്ങപ്പെട്ട പട്ടണമാണ്, അലങ്കരിക്കപ്പെട്ട പട്ടണമാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ അതേ ബ്യൂട്ടി അവസാനത്തേത് ആ തിരികെ വരികയാണ്. ഒരിക്കൽ കൂടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ബ്യൂട്ടി. He's the God of restoration. നഷ്ടപ്പെട്ട ഏതോ നന്മകൾ, നഷ്ടപ്പെട്ട അലങ്കാരങ്ങൾ, നഷ്ടപ്പെട്ടതായ മഹത്വം കർത്താവ് ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ നൽകുന്നു. ഇടയ്ക്കത്ര താഴ്ചകളുണ്ടെങ്കിലും, ഇടയ്ക്കത്ര വീഴ്ചകളുണ്ടെങ്കിലും, ഇടയ്ക്കത്ര താഴ്വരയുണ്ടെങ്കിലും, എത്ര വലിയ ട്രാജഡികളുണ്ടെങ്കിലും, എത്ര ഗതശമനയുണ്ടെങ്കിലും, എത്ര ക്രൂശ് ഉണ്ടെങ്കിലും, ഇൻ ദി നെയിം ഓഫ് ജീസസ് ആ താഴ്ചകളിൽ, ആ വീഴ്ചകളിൽ, ആ താഴ്വരകളിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. ആ ഗതശമനകൾ നിങ്ങൾ അതേ അവസാനിക്കത്തില്ല. ആ ക്രൂശിൽ നിങ്ങൾ തീർന്നു പോകത്തില്ല. അതിനപ്പുറത്തൊരു റിസറക്ഷൻ ഉണ്ട്, അതിനപ്പുറം ഒരു ഉയർപ്പുണ്ട്. ആരംഭത്തെക്കാൾ അവസാനം നല്ലതാക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, ആരംഭത്തെക്കാൾ ജീവിതത്തെ, ശുശ്രൂഷയെ, അവസാനത്തെ നല്ലതാക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. വലത് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച് പറ, അതെൻ്റെ സാക്ഷ്യം. പറഞ്ഞേ, അത് നിങ്ങളുടെ സാക്ഷ്യമാണ്. ദിസ് ഈസ് മൈ സ്റ്റോറി, ദിസ് ഈസ് മൈ സോങ്. എന്നാ വാട്ട് ഈസ് യുവർ ടെസ്റ്റിമണി? നിങ്ങളുടെ സാക്ഷ്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കാൾ നിങ്ങളുടെ ലൈഫിൻ്റെ അവസാനം നല്ലതാണ്. ദൈവം സ്തോത്രം ഒരുക്കിയതായ ഒരു പട്ടണമാണ് ഇറങ്ങി വന്നത്. ആരംഭത്തിൽ കണ്ടത് ഒരു തോട്ടമാണ് ആൻറ്റി, ആദ്യം കണ്ട ഒരു തോട്ടമാണ്. പക്ഷെ അവസാനം കാണുന്ന ഒരു വലിയ പട്ടണമാണ് കാണുന്നത്. ഓ ലോർഡ്, ആരോടാ ഞാൻ പറഞ്ഞേ? യേശുവിൻ്റെ നാമത്തിൽ. യെസ് ലോർഡ്, വി ബിലീവ് ദാറ്റ്, വി ബിലീവ് ദാറ്റ്, വി ബിലീവ് ദാറ്റ്, വി ബിലീവ് ദാറ്റ്. ഹല്ലേലൂയ. പരാജയമുണ്ടായത് തോട്ടത്തിലാണ്, സെറ്റ് ബാക്ക് ഉണ്ടായത് തോട്ടത്തിലാണ്, സെറ്റ് ബാക്ക് ഉണ്ടായത് തോട്ടത്തിലാണ്. പക്ഷേ സെറ്റ് ബാക്ക് ഉണ്ടായെന്ന് പറഞ്ഞ് പിന്നിലേക്ക് പോകല്ലേ, ഫൈറ്റ് ബാക്കിന് വേണ്ടി ഒരുങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഫൈറ്റ് ബാക്കിന് വേണ്ടി, ഫൈറ്റ് ബാക്കിന് വേണ്ടി, ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. സുജിത്ത് പാടിയതുപോലെ ഒന്നിനും സ്തോത്രം, ഒന്ന് കണ്ടിട്ടും പിന്മാറാതെ വിശ്വാസത്തിൽ മുന്നേറി സെറ്റ് ബാക്ക് കണ്ടവർ വിട്ടുകൊടുക്കല്. ആരൊക്കെ കൈയടിച്ചില്ലെങ്കിലും, ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, എന്തൊക്കെ പെയിനും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഒരു ജീവിക്കുന്ന കർത്താവുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ തള്ളിക്കളയാത്തവനാണ്. അവൻ ആരംഭത്തെക്കാൾ അവസാനത്തെ നല്ലതാക്കി തീർക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. അത് തിരുവചനം പറയുന്നു, ദൈവം നിർമ്മിതമായത് സ്വർഗത്തിൽ നിന്ന് ഒരു പട്ടണമായി
ദൈവകൃപയാൽ ഇറങ്ങി വരികയാണ്. സോ യോഹന്നാൻ അത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഞാൻ ധ്യാനിക്കുമ്പോൾ എങ്ങനെ ചിന്തിച്ചു, യോഹന്നാൻ കാണുകയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, യോഹന്നാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എങ്ങനെ ഇരിക്കും. യോഹന്നാൻ അതുവരെ കണ്ടത് സ്തോത്രം പല ട്രാജഡികളാണ് കണ്ടത്, പല യുദ്ധങ്ങൾ കണ്ടു, എതിർകർസ് കയറി വരുന്നത് കണ്ടു, സ്തോത്രം പല ബാധകൾ കണ്ടു, അതേ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനത്തിൻ്റെ നാശം കണ്ടു. തകർച്ചകൾ, നാശങ്ങൾ, ന്യായവിധികൾ, പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെയാണ് പുള്ളി കണ്ടത്. പക്ഷേ അവസാനമെത്തിയപ്പോൾ തകർച്ചയല്ല കണ്ടത്, നാശമല്ല കണ്ടത്. ഇൻ ജീസസ് നെയിം തകർച്ചകൾ കണ്ടവർ, നഷ്ടങ്ങൾ കണ്ടവർ, നാശം കണ്ടവർ, പോരുകളും പോരാട്ടങ്ങൾ കണ്ടകൾ ഒരുങ്ങിക്കോ. ദൈവനിർമ്മിതമായിട്ടുള്ള മഹത്വപൂർണമായ കാര്യങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ കാണും. ഹല്ലേലൂയ. ദൈവനിർമ്മിതമായ ഏറ്റവും മഹത്വപൂർണമായ കാര്യങ്ങൾ സ്തോത്രം നിങ്ങൾ കാണും. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി, ഒത്തിരി നല്ല കാര്യങ്ങൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ. കേട്ടില്ല, ഒത്തിരി നല്ല കാര്യങ്ങൾ ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്ന മാതൃകരങ്ങളെ അടിച്ച ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. വിശ്വാസത്തിൽ കണ്ടു തുടങ്ങിയാട്ടെ. ഇൻ ജീസസ് നെയിം. അതുവരെയും കണ്ടത് പോരാട്ടമാണ്, അതുവരെയും കണ്ട യുദ്ധങ്ങളാണ്, അതുവരെയും കണ്ടത് തകർച്ചകളാണ്. 1/3 മനുഷ്യർ മരിക്കുന്നതാണ് കണ്ടത്. പക്ഷെ പിന്നെ കണ്ടത് ദൈവം നിർമ്മിതമായിട്ടുള്ള പുതിയ യെരൂശലേം എന്ന പട്ടണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. എല്ലാ നെഗറ്റീവ് മെന്റാലിറ്റി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ അവിശ്വാസങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ. പകരം വിശ്വസിക്കുന്ന ദൈവജനം കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം പ്രത്യാശയോടെ പറഞ്ഞാട് ഏറ്റവും ബെസ്റ്റ് ഞാൻ കാണുവാൻ വേണ്ടി പോകുന്നു. ദൈവത്താൽ ഒരുക്കപ്പെട്ടത്, ദൈവത്താൽ അലങ്കരിക്കപ്പെട്ടത്, ദൈവത്താൽ നിർമ്മിതമായത് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇതാ ഇറങ്ങി വരികയാണ് പുതിയ യെരൂശലേം. ആ പുതിയ യെരൂശലേം എന്ന് പറയുന്ന അതിനൊരളവുണ്ട് കേട്ടോ, അതിനൊരളവുണ്ട്. എല്ലാവരും പറഞ്ഞാട്ടെ എന്താണ്? അതിനൊരളവുണ്ട്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, മേ ബി 17 വരെയുള്ള വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വായിക്കണം. അല്പം ഡീപ്പാണ്, അല്പം മനസ്സിലാക്കാൻ കട്ടിയാണ്. സ്തോത്രം. അത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സ്തോത്രം. മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ടോട്ടൽ അറ്റൻഷൻ ഞാൻ ചോദിക്കുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും, ഗോപുരങ്ങൾ 12 ദൂതന്മാരും ഉണ്ട്. ശബ്ദമുയർത്തി വായിച്ച്, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടുണ്ട്. 13-ാം വാക്യം, കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും ഉണ്ട്. പിന്നെ ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ട് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ സ്തോത്രം. അതിന് പൊക്കമുള്ള വൻമതിൽ, 12 ഗോപുരം, ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരും കൊത്തിയിട്ടുണ്ട്. അടുത്ത് കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. 15-ാം വാക്യം, ആ നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരും ഉണ്ട്. 15-ാം വാക്യം. അടുത്ത വാക്യം, എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് എന്തുവാ, പൊന്നു കൊണ്ടുള്ള ഒരു അളവുകോലുണ്ടായിരുന്നു. നോക്കിയേ, നഗരം സമചതുരമായി കിടക്കുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, സമചതുരം. ഒരിക്കൽ കൂടെ, സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് നഗരത്തെ അളന്ന് 1200 നാഴിക എന്നുകൊണ്ട്, 1200 മൈലാണ്. എല്ലാവരും പറഞ്ഞാട്ടെ എന്താണ്? 1200 മൈൽ. അടുത്തിരിക്കുന്നത് നോക്കി പറ, ചെറിയ പട്ടണമല്ല. പറഞ്ഞേ, ചെറിയ പട്ടണമല്ല, ഒരു സിറ്റിയുടെ സൈസാണ് പറയുന്നത്. 1200 നാഴിക, 1200 മൈലുണ്ട്. അതിൻ്റെ വീതിയും അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിൻ്റെ സ്തോത്രം, അതെ, നീളവും വീതിയും ഉയരവും സമം തന്നെ. 17-ാം വാക്യം. അടുത്ത വാക്യം, അതിൻ്റെ മതിൽ അളന്നു, മനുഷ്യൻ്റെ അളവിനെന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ
44 മുഴം ഉണ്ടായിരുന്നു. വല്ലതും മനസ്സിലായോ? സ്തോത്രം. ഒരു സിറ്റി ഇതാ ഇറങ്ങി വരികയാണ്. ടോട്ടൽ എഞ്ചിനീയറിംഗാ സ്തോത്രം നിങ്ങൾക്കിവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. സ്തോത്രം. 144 മുഴം ഉണ്ടായിരുന്നു. സോ വലിയൊരു പട്ടണം ദൈവകൃപയാൽ ഇറങ്ങി വരികയാണ്. ഇതിൻ്റെ സ്തോത്രം ഇതിൻ്റെ പേര് പുതിയ യെരൂശലേം എന്നാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? ശക്തിയോടെ പറ. പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം. ഈ യെരൂശലേം പഴയ യെരൂശലേം അല്ലെങ്കിൽ ഇന്ന് ഭൂമിയിലുള്ളതായ യെരൂശലേം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്യാപിറ്റലാകുന്ന ഇന്നത്തെ യെരൂശലേമിൻ്റെ ഒരു 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 വളർച്ചയുടെ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ തക്കോണം കഴിയും. യെരൂശലേം സ്തോത്രം വേദപുസ്തകത്തിൻ്റെ പ്രാരംഭമായി അതിനെ പിടിച്ചെടുത്തത് അബ്രഹാമല്ല, മോശയല്ല, യോശുവയല്ല, ദാവീദായിരുന്നു. ദാവീദ് സ്തോത്രം യെബൂസ്യരുടെ പട്ടണമായ യെരൂശലേം പിടിച്ചെടുക്കുമ്പോൾ അന്ന് 12 ഏക്കറേ ഉണ്ടായിരുന്നുള്ളൂ. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ ദാവീദ് യെരൂശലേം പട്ടണം പിടിച്ചെടുക്കുമ്പോൾ അതിന് 12 ഏക്കറേ ഉണ്ടായിരുന്നുള്ളൂ. ആ 12 ഏക്കറിൽ 2000 പേരെ അന്നുണ്ടായിരുന്നുള്ളൂ. ആ 12 ഏക്കറിൽ 2000 പേരെ ദാവീദിൻ്റെ കാലത്ത് യെരൂശലേമിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചിലർ വലിയ ആചാരഭാഗങ്ങളായിരുന്നു, രാക്ഷസന്മാരായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മല്ലന്മാരായിരുന്നു. ഗോലിയാത്തിൻ്റെ കുടുംബക്കാർ മല്ലന്മാരായിരുന്നു. ഈ 2000 പേരിൽ ഒരു കാരണവശാലും വിട്ടു തരത്തില്ലടാ, ഒരു കാരണവശാലും പിടിക്കാൻ പറ്റത്തില്ലടാ. പക്ഷേ എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അപ്പം മല്ലന്മാർ കാവൽ നിന്നതായ 12 ഏക്കർ ദാവീദ് പിടിച്ചെടുത്തു. ഇനി കർത്താവിൻ്റെ കാലത്ത് വരുമ്പോൾ, ദാവീദ് പുത്രനാകുന്ന യേശുവിൻ്റെ കാലം വരുമ്പോൾ ആ പട്ടണം കുറച്ചുകൂടെ വലുതായി. 40 ഏക്കറായിരുന്നു അന്ന് ആ പട്ടണത്തിൻ്റെ സൈസ്. 40 ഏക്കർ. യേശു കർത്താവിൻ്റെ കാലത്ത് 40 ഏക്കറേ യെരൂശലേം പട്ടണത്തിനുണ്ടായിരുന്നുള്ളൂ. അന്ന് സ്തോത്രം 75,000 പേരായിരുന്നു യെരൂശലേം പട്ടണത്തിനകത്തും ചുറ്റുപാടുമായി പാർത്തത്. കർത്താവ് യേശു ക്രിസ്തു യെരൂശലേമിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം യെരൂശലേമിൽ തിരുവചനപ്രകാരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ൽ സഭ സ്ഥാപിക്കപ്പെട്ട് യെരൂശലേമിൽ വലിയ ചലനമുണ്ടാകുമ്പോൾ 75,000 പീപ്പിൾ, 75,000 പേരായിരുന്നു യെരൂശലേം ചുറ്റുപാടുണ്ടായിരുന്നത്. പക്ഷേ പാസ് ഓവർ ദിനം, പെസഹ പോലെയുള്ള പെരുന്നാളുകൾ വരുമ്പോൾ 2 ലക്ഷത്തോളം പേരാണ് യെരൂശലേമിൽ യാത്ര ചെയ്തു വരുന്നത്. അപ്പോൾ ക്രൂശീകരണ ദിവസത്തിൽ സ്തോത്രം ഏകദേശം 2 ലക്ഷത്തോളം പേരായിരുന്നു യെരൂശലേമിൽ ഉണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു. പെന്തക്കോസ്ത് നാളിനും അതുപോലെ നല്ല തിരക്കിൻ്റെ സമയങ്ങളാണ് ഉത്സവ ദിവസങ്ങളുള്ളത്. അപ്പോൾ ദാവീദിൻ്റെ കാലത്ത് 12 ഏക്കർ, കർത്താവിൻ്റെ കാലത്ത് 40 ഏക്കർ. ഇന്ന് എത്രയെന്നറിയോ? ഇന്നത് 47 സ്ക്വയർ മൈലാണ് ആ പട്ടണം. ഇന്ന് 47 സ്ക്വയർ മൈലാണ് ആ പട്ടണം. എന്ന് പറഞ്ഞാൽ 75 കിലോമീറ്ററാണ് ഇന്ന് യെരൂശലേം പട്ടണത്തിൻ്റെ സൈസ്. ഇവിടെ നിന്ന് ഏകദേശം കൊല്ലം വരെ പോകുന്നതായ ദൂരം, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെ പോകുന്നതായ അത്രയും ചുറ്റളവിൽ സ്തോത്രം ഏകദേശം നമുക്ക് പറയാം 850 ലക്ഷം ആൾക്കാർ അല്ലെങ്കിൽ 85 ലക്ഷം ആൾക്കാർ ഇന്ന് സ്തോത്രം യെരൂശലേമിൽ പാർക്കുന്നുണ്ട്. 85 ലക്ഷം ആൾക്കാർ ഇന്ന് സ്തോത്രം അതേ യെരൂശലേമിൽ പാർക്കുന്നുണ്ട്. അപ്പോൾ കാലം വരുന്നതനുസരിച്ച് യെരൂശലേം കുറയുകയല്ല, യെരൂശലേം വളരുകയാണ്, യെരൂശലേം വർദ്ധിക്കുകയാണ്. ഇൻ ജീസസ് നെയിം. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകலாம். ദിവസം കഴിയും തോറും നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ നിങ്ങളുടെ അതിരുകൾ വിശാലമാകുകയാണ്. ദിവസം കഴിയും തോറും നിങ്ങളുടെ അതിരുകൾ വിശാലമാകണം. എബേസിൻ്റെ അതിരിനെ വിശാലമാക്കിയ കർത്താവ് നിങ്ങളോട് ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം 5 അപ്പമേ ഉള്ളൂ, പക്ഷേ നീ എത്രത്തോളം നുറുക്കപ്പെടുന്നു അത്രത്തോളം പെരുകുവാനാണ് നീ നുറുങ്ങിയത്. നിനക്കൊരു വർധനവുണ്ട്, നിനക്കൊരു വർധനവുണ്ട്. സ്തോത്രം. സോ ഇവിടെ ഇതാ 1500 മൈലാണ് ഈ വലിയ പട്ടണം ഇറങ്ങി വരുന്നത്. 1500 മൈൽ. 1500 മൈൽ എന്ന് പറഞ്ഞാൽ 2414 കിലോമീറ്റർ. 2414 കിലോമീറ്റർ. ഇവിടെ നിന്ന് ഡൽഹി പോകാൻ പിന്നെ 400 കിലോമീറ്റർ കൂടുതലാകുമ്പോൾ ഡൽഹിക്ക് അപ്പുറമായി. ഡൽഹി പോകാൻ 2000-ലധികം കിലോമീറ്ററേ ഉള്ളൂ. ഓൾമോസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി പോകുന്ന അത്രയും ഡിസ്റ്റൻസ് ഉള്ള ഒരു വലിയ പട്ടണമാണ് ഈ പട്ടണം. ഹല്ലേലൂയ. പട്ടണമാണ് ഈ പട്ടണം. 1500 മൈൽ. 1500 മൈൽ.
സ്തോത്രം. സോ അങ്ങനെ ഒരു പട്ടണം. സോ ആ പട്ടണത്തിൻ്റെ ഇന്നത്തെ സൈസ് എന്ന് പറയുന്നത്, ലണ്ടനിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ലണ്ടനിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലണ്ടനിൽ പോയിട്ടുള്ളവരുണ്ട്. സ്തോത്രം. 15,000 ലണ്ടൻ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ആ പട്ടണത്തിൻ്റെ സൈസ്. 15,000 ലണ്ടൻ. ചന്ദ്രനിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീൽ ആംസ്ട്രോങ്, എഡിനാട്ടൻ, അവരെല്ലാം വന്നിട്ടില്ല. സ്തോത്രം. ഒരു മൂണിൻ്റെ സൈസാണ് ഈ ഇറങ്ങി നിൽക്കുന്നത്. ഒരു മൂൺ. അടുത്തിരിക്കുന്നവൻ ചന്ദ്രനായിരിക്കാം. ആ ചന്ദ്രൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, മറ്റേ അമ്പിളി അമ്മാവ. സോ ബാക്കി പാടല്ല, ഇത് ബൈബിൾ സ്റ്റഡിയാണ്. സ്തോത്രം. അപ്പോൾ നോക്ക്, ഒരു മൂണിൻ്റെ സൈസിലുള്ള ഒരു പട്ടണമാണ് ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സോ 1500 മൈൽ, അതാണ് സ്തോത്രം തിരുവചനം പറയുന്നത്. സോ ആ 1500 മൈൽ, ആ പൂജ്യത്തെ മാറ്റിയാൽ 15. 1500 മൈൽ, ആ പൂജ്യത്തെ മാറ്റിയാൽ 15. മക്കളെ, ആ വാക്യം ഒരിക്കൽ കൂടെ തന്നെ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 1500 മൈൽ എന്ന് പറയുന്നതായ ആ വാക്യം. സ്തോത്രം. നോക്കണമേ, അതിൽ ആ പൂജ്യത്തെ മാറ്റിയാൽ പിന്നെ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. സ്തോത്രം. നോക്കിയേ ആ 16-ാം വാക്യം, 21-16. നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ 1200 നാഴിക കണ്ടു. 1200 നാഴിക എന്ന് കണ്ടു. അതിൻ്റെ നീളവും വീതിയും 1200 നാഴിക. കേട്ടവർ ആമേൻ പറഞ്ഞാട്. 1200 നാഴിക. സ്തോത്രം. സോ ഇതിൻ്റെ പ്രൊപ്പോർഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന 1200 1200 നാഴിക. ഇതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കിയാൽ ഈ അതിപരിശുദ്ധ സ്ഥലം നോക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ ഏകദേശം സെയിം പ്രൊപ്പോർഷണലായിട്ടാണ് ഈ പട്ടണത്തിൻ്റെ സ്തോത്രം സൈസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിൻ്റെ ഒരു അതിപരിശുദ്ധ സ്ഥലം ഭൂമിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എങ്കിൽ കരങ്ങളെ ചലിപ്പിച്ചോട്ടെ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അതിൻ്റെ ഒരു അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചറാണ്. സ്തോത്രം. അതിൻ്റെ വലിയൊരു സൈസാണ് ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. സോ ഇത് ഇറങ്ങി നിന്നാൽ എങ്ങനെയിരിക്കും? ഇത് ഇറങ്ങി നിന്നാൽ ഇതിൻ്റെ സൈസ്, ഈ സൈസ് അല്ലെങ്കിൽ ഈ അളവ്, സ്തോത്രം, ദൈവം പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാഗ്ദത്ത ഭൂമിയുടെ അളവാണ്. ദൈവം ഇത് പണ്ട് പറഞ്ഞ ഒരു വാഗ്ദത്ത ഭൂമിയുടെ അളവാണ്. ആ വാക്യം നമുക്ക് വായിക്കാമോ? ദൈവം പറഞ്ഞത് അബ്രഹാമിനോടാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. സ്തോത്രം. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെന്യർ, കെനസ്യർ, കദ്മോനിയർ, ഹിത്യർ, 20-ാം വാക്യം, പെരിസിയർ, റഫായർ, അമോരിയർ, കനാനിയർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. 18-ാം വാക്യം നോക്കിയേ. സ്തോത്രം. അതിൻ്റെ 2 ബൗണ്ടറികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, 2 അതിരുകളെ കാണുവാൻ കഴിയും. മിസ്രയീം നദി എന്ന് പറയുന്നത് നോക്ക്, നൈൽ നദി. എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ നദിയാണ്? നൈൽ നദി. ഫ്രാത്ത് നദി എന്ന് പറയുന്നത് ഏതാണ്? യൂഫ്രട്ടീസ് നദി കിടക്കുന്നത് ഇറാഖിലാണ്. യൂഫ്രട്ടീസ് നദി ഇറാഖിൽ കിടക്കുന്നു. മിസ്രയീം നദി എന്ന് പറയുന്ന നൈൽ നദി, സ്തോത്രം, ഈജിപ്തിൽ കിടക്കുന്നു. സോ ഈജിപ്തിൻ്റെ നൈൽ നദി തുടങ്ങി, സ്തോത്രം, പണ്ട് സദാം ഹുസൈൻ ഇരുന്നതായ ഏത് ഇറാഖിൻ്റെ യൂഫ്രട്ടീസ് നദി വരെയുള്ളതായ ദേശം ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകിയിരിക്കും. കള്ളം പറയാത്തവനായ ദൈവം, ആശ തന്ന നിരാശയിലേക്ക് തള്ളിവിടാത്തവനായ ദൈവം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, ഒരിക്കൽ കൂടെ, കള്ളം പറയാത്തവനായ ദൈവം, ആശ തന്ന നിരാശയിലേക്ക് തള്ളിവിടാത്തവനായ ദൈവം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം ആ ജനത്തിന് കൊടുത്തത് ഒരു ഇന്റർനാഷണൽ അല്ല, ഒരു ഇന്റർ കോണ്ടിനെന്റൽ, ഭൂഖണ്ഡങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ് ദൈവം നൽകിയത്. ഹല്ലേലൂയ. വലിയ വാഗ്ദത്തമാണ്. പക്ഷേ ആ വാഗ്ദത്തം ഇതുവരെ നിറവേറിയിട്ടില്ല.
ആ വാഗ്ദത്തം ഇതുവരെ നിറവേറില്ല. ഒത്തിരി മഹാന്മാർ വന്നുപോയി. അബ്രഹാം കേട്ടതേ ഉള്ളൂ. അതിനുശേഷം മോശ ഉണ്ടായിരുന്നു, അതിനുശേഷം യോശുവ ഉണ്ടായിരുന്നു, അതിനുശേഷം സ്തോത്രം ദാവീദിൻ്റെ കാലത്ത് പോലും ഈ അതിര് പിടിപ്പാൻ തക്കൊന്നും കഴിഞ്ഞില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഫ്രാത്ത്, യൂഫ്രട്ടീസ് നദി തുടങ്ങി നൈൽ നദി വരെ ദാവീദിൻ്റെ കാലത്ത് പോലും ഇത് സംഭവിച്ചതേ ഇല്ല. പക്ഷേ ഇത് സംഭവിക്കും എപ്പോഴെന്നറിയാമോ? മെസ്സിഹ മടങ്ങി വരുമ്പോൾ ദൈവകൃപയാൽ ഈ അതിര് മെസ്സിഹ അതെ തൻ്റെ ജനമാകുന്ന ഇസ്രായേലിന് വേണ്ടി ദൈവം ഉറപ്പിപ്പാൻ വേണ്ടി പോകുകയാണ്. ദൂത ഇതാണ്: ആരൊക്കെ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര സ്വാധീനം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാലും, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉവ്വ് ഉവ്വ് എന്ന് ആയിത്തീരുന്നത് കർത്താവ് യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴാണ്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞത് സകലത നിങ്ങളുടെ ജീവിതത്തിൽ വിശ്രുതമാകും, എസ്റ്റാബ്ലിഷ് ആകും. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സോ അത്ര വലിയൊരു സ്തോത്രം, വലിയൊരു ഏരിയയാണ് ഈ പട്ടണം എന്ന് പറയുന്നത്. അതൊരിക്കലും സ്തോത്രം കഴക്കൂട്ടം പോലെയോ തിരുവനന്തപുരം പോലെയോ കൊച്ചി പോലെയോ ഒന്നുമല്ല. സ്തോത്രം ഈ പട്ടണത്തിന് അതിൻ്റെ വലിയൊരു വലിപ്പമുണ്ട്. അത്ര വലിയൊരു വലിപ്പമുള്ളതായ ഒരു പട്ടണമാണ് ഇത്. സ്തോത്രം. ഈ പട്ടണത്തെക്കുറിച്ച് ഇത് ഒരു വേദപുസ്തക പണ്ഡിതൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് കാണുവാൻ തക്കൊണ്ട് കഴിഞ്ഞത്. എൻ്റെ വാക്കല്ല, എൻ്റെ കണ്ടുപിടുത്തമല്ല, ഒരു ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ദാറ്റ് മീൻസ് അതൊരു ക്യൂബാണ്. നീളം, വീതി, ഉയരം ഉള്ളതായ ഒരു ക്യൂബാണ്. നീളം, വീതി, ഉയരമുള്ള ഒരു ക്യൂബാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും ഉയരമുള്ളതായ 50 നില ഫ്ലാറ്റ് ഉണ്ടോ? 50 നില. ആ നികുഞ്ചം ആണെന്ന് തോന്നുന്നു, കഴക്കൂട്ടത്തിനപ്പുറത്തുള്ള നികുഞ്ചമാണെന്ന് തോന്നുന്നു ഏറ്റവും ഉയരമുള്ളതായ ഫ്ലാറ്റ്. am I right? ഏകദേശം. പക്ഷേ ഈ പുതിയ യെരൂശലേമിന് എത്ര നിലയുണ്ടെന്നറിയോ? 396 സ്റ്റോറിയുണ്ട്. അത് ഒരു സ്റ്റോറിക്ക് സ്തോത്രം അതെ 20 അടി ഉയരമുണ്ട്. 396 സ്റ്റോറി, ഒരു സ്റ്റോറിക്ക് 20 അടി ഉയരമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ 2000 കോടി ജനം പാർത്താലും ഒരാളിന് 75 ഏക്കർ സ്ഥലം കിട്ടും. ഓ ഹല്ലേലൂയ. സ്തോത്രം. 2000 കോടി ആൾക്കാർ പാർത്താലും സ്തോത്രം അതിൻ്റെ കണക്കനുസരിച്ച് ഒരാളിന് എത്ര ഏക്കർ സ്ഥലം കിട്ടും? 75 ഏക്കർ സ്ഥലം കിട്ടും. 75 ഏക്കർ ഈ ഭൂമിയിൽ ഉള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിലും കൈവക്കത്തില്ല. തിരുവനന്തപുരംകാരാണ്. സ്തോത്രം. അതെ, 75 ഏക്കർ ഈ പുതിയ യെരൂശലേമിൽ സ്ഥലം കിട്ടും. 2000 കോടി ആൾക്കാർ. യേശു കർത്താവ് പറഞ്ഞു, ഇടുക്കവാതിലൂടെ അകത്ത് പ്രവേശിപ്പിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ രക്ഷിക്കപ്പെടത്തുള്ളൂ, എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ല. സ്തോത്രം. കാലമുള്ള കാലം തുടങ്ങി, ആദം തുടങ്ങിയുള്ളതായ കാലം നോക്കി. സ്തോത്രം. ആദമുള്ള കാലം നോക്കി അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാർ, ആദാമിന് ശേഷം പഴയ നിയമത്തിൽ ഇപ്പോൾ പുതിയ നിയമത്തിൽ ഒക്കെ ഉള്ളത് വച്ച് നോക്കി ചിലർ പറയുന്നു. സ്തോത്രം. അതെ, ചില വേദപുസ്തക പണ്ഡിതന്മാർ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്: 2000 കോടി ആൾക്കാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ളവർ ഈ പുതിയ യെരൂശലേമിലേക്ക് കയറിയാലും, അതാണ് 2000 കോടി എന്ന് ഞാൻ പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാനവ ചരിത്രത്തിലുള്ള കർത്താവിനെ ആരാധിച്ച, കർത്താവിനെ അംഗീകരിച്ച, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുവിനെ അംഗീകരിച്ച അത്രയും പേര് കയറിയാലും ഒരുത്തന് 75 ഏക്കർ കിട്ടുമെന്ന്. അതിനർത്ഥം എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് ഞാൻ കണ്ടത്. ഓ ഹല്ലേലൂയ. കർത്താവ് ചിന്തിക്കുമ്പോൾ, കർത്താവ് പ്ലാൻ ചെയ്യുമ്പോൾ ചെറുതല്ല ചിന്തിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സ് ഭയങ്കര ഇടുങ്ങിയതാണ്. മിണ്ടാതിരുന്നാൽ മതി, ഞാൻ ഉള്ള കാര്യം ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ മനസ്സ് ഒത്തിരി വളഞ്ഞതാണ്, ഒത്തിരി ക്രിക്കറ്റ് മൈൻഡാണ്, ഒത്തിരി ഇടുങ്ങിയ മനസ്സാണ്. ഞാൻ മാത്രമേ ഇവിടെ മതി, ഞാൻ മാത്രമേ ഇവിടെ അലക്സാണ്ടർ, ഞാൻ മാത്രമേ ഇവിടെ ക്ലിയോപാട്ര. ഞാൻ പറയട്ടെ, നിന്റെ കുടുംബ സ്വത്തല്ല ദൈവസഭ, ദൈവത്തിൻ്റെ സ്വത്താണ് ദൈവസഭ. ദൈവം ഒത്തിരി വിശാലതയുടെ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറയാം, നമ്മൾ ഒത്തിരി വിശാലമായി ചിന്തിക്കണം. പറഞ്ഞോട്ട് നമ്മൾ ഒത്തിരി വിശാലമായി ചിന്തിക്കണം. സോ കർത്താവ് പുതിയ യെരൂശലേം, എൻ്റെ പൊന്നെ, കർത്താവ് പുതിയ യെരൂശലേം നിർമ്മിച്ചതായ സമയത്ത് കുഞ്ഞതായിട്ടല്ല നിർമ്മിച്ചത്. കർത്താവ് പെന്തിക്കോസുകാരനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ, ഞാൻ എന്താ പറഞ്ഞേ? കർത്താവ് നിർമ്മിച്ചത് ഒത്തിരി വിശാലമായിട്ടാണ് കർത്താവ് നിർമ്മിക്കുന്നത്. സ്തോത്രം. മാത്രം വലിയൊരു സ്ഥലമാണ് ഈ പുതിയ യെരൂശലേം. അവിടെ സഞ്ചരിക്കുമ്പോൾ സ്വർഗീയ ശരീരമാണ്, സ്വർഗീയ ശരീരം. ആ സ്വർഗീയ ശരീരത്തിൽ യേശു കർത്താവ് റിസറക്റ്റഡ് ബോഡി, യേശുവിൻ്റെ ശരീരം സ്വർഗീയ ശരീരമായിരുന്നു. അവൻ വന്ന് കഥകഥയുടെ പത്രോസേ 2 മിനിറ്റ് ഒന്ന് തുറന്നു തരുമോ എന്ന് വാതിൽ തട്ടി നിന്നില്ല. ആ റൂം അടച്ചിട്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് സമാധാനം, കർത്താവ് അകത്തേക്ക് കടന്നു വന്നു. സോ അതിനർത്ഥം സ്തോത്രം, ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ, ഈ യെരൂശലേം പുതിയ യെരൂശലേമിൽ സഞ്ചരിക്കുന്നത് ഹൊറിസോണ്ടലി മാത്രമല്ല സഞ്ചരിക്കുന്നത്, വെർട്ടിക്കലി സഞ്ചരിപ്പാൻ കഴിയും.
ഹൊറിസോണ്ടലി മാത്രമല്ല വെർട്ടിക്കലി സഞ്ചരിക്കാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. സോ അത്ര അതിനൊരു വലിയ വിശാലതയുള്ളതായ ഒരു വലിയ പട്ടണമാണ് സ്തോത്രം. അതെ, ഈ ഈ ഈ ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് അതൊരു പ്രോമിസ്ഡ് പ്ലേസ് ആണ്. അതൊരു പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റ് ആണ്. ആരോടാണ് വാഗ്ദത്തം ചെയ്തത്? അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത അതേ വാഗ്ദത്തത്തിൻ്റെ സൈസാണ് പുതിയ യെരൂശലേം എന്ന് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത സെയിം സൈസാണ് പുതിയ യെരൂശലേമിൻ്റെ സൈസ്. മാത്രമല്ല സ്തോത്രം, ആ പട്ടണം വന്നിട്ട് അത് മഹത്വപൂർണ്ണമാണ്. എഴുതിയെടുക്കണം, ഗ്ലോറിയസ്. അത് മഹത്വപൂർണ്ണമാണ്. അത് മഹത്വപൂർണ്ണമായതുകൊണ്ടാണ് നമുക്കതിനെ മഹത്തരം എന്ന് പറയുന്നത്. ശബ്ദമുയർത്തി പറഞ്ഞേ, മഹത്വപൂർണ്ണം ആയതുകൊണ്ടാണ് എന്താകുന്നത്? അതിനെ മഹത്തരമാക്കുന്നത്. നിങ്ങളുടെ MBBS അല്ല, നിങ്ങളുടെ BTech അല്ല, നിങ്ങളുടെ MTech അല്ല, നിങ്ങളുടെ മറ്റെന്തെങ്കിലുമല്ല, ഈവൻ നമ്മുടെ പ്രസംഗമല്ല, ഈവൻ നമ്മുടെ പാരമ്പര്യമല്ല, ദൈവത്തിൻ്റെ പ്രസൻസ് ആണ് നമ്മളാക്കി തീർക്കുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമാകട്ടെ. നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യമല്ല, നിങ്ങളുടെ കുടുംബ പേരല്ല, പകരം ഹൗ മച്ച് ഗ്ലോറി ദാറ്റ് യു ആർ ക്യാരി. ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം നിങ്ങൾ ചുമക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ എത്രത്തോളം വഹിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങളുടെ ഒഴുകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിങ്ങൾ വസിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ ചുമക്കുന്നവരാണ്, ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ഒഴുകുന്നവരാണ്. 3 കാര്യം ഞാൻ പറഞ്ഞു. 1, എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി അങ്ങനെ ഇപ്പോൾ നീ മാത്രം മഹത്വത്തെ ജീവിച്ചാൽ പറ്റില്ല. അപ്പൻ ജീവിക്കുന്നെങ്കിൽ മക്കളും കൂടെ ജീവിക്കണം. ഹല്ലേലൂയ. എത്രത്തോളം മഹത്വത്തെ നിങ്ങൾ ജീവിക്കുന്നു, എത്രത്തോളം മഹത്വം നിങ്ങൾ ചുമക്കുന്നു, എത്രത്തോളം ദൈവ മഹത്വം നിങ്ങളുടെ ചലിക്കുന്നു. മഹത്വത്തിൽ ജീവിക്കുന്നു, മഹത്വം ചുമക്കുന്നു, മഹത്വം നിങ്ങളുടെ ചലിക്കുന്നു. സോ നിങ്ങളാക്കുന്നത് നിങ്ങളുടെ ഡിഗ്രിയല്ല, നിങ്ങളുടെ കുടുംബ പേരല്ല, നിങ്ങളുടെ സംഘടനയല്ല, പകരം നിങ്ങളിൽ ചലിക്കുന്നതായ ദൈവത്തിൻ്റെ മഹത്വമാണ്. അതുകൊണ്ട് ദാൻ എവർ ബിഫോർ, മറ്റേതൊരു കാലത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ദൈവത്തിൻ്റെ മഹത്വം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം, സ്തോത്രം, അത് 21-ാം അധ്യായം, അതിൻ്റെ 11-ാം വാക്യം, 11-ാം വാക്യം 21:11. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിൻ്റെ ജ്യോതിസ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നോക്കിയേ, ഹാവിങ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. അതിനെ മഹത്വപൂർണ്ണമാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമാണ്. അതിനെ മഹത്വപൂർണ്ണമാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. സ്തോത്രം. നിങ്ങൾ എത്ര പേര് എഴുതിയെന്നറിയത്തില്ല. അതിനെ മഹത്തരമാക്കുന്നത് മഹത്വപൂർണ്ണമാണ്. വെളിപ്പാട് പുസ്തകം 21:18 മുതൽ 20 കൂടെ വായിച്ചാട്ടെ. സെയിം തിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 21:18 മുതൽ 20 വരെ. മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടിക തങ്കത്തിനൊത്ത തങ്കവുമായിരുന്നു. പിന്നെ നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ട് അലങ്കരിച്ചിരുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, 2-ാമത്തേത് നീലരത്നം, 3-ാമത്തേത് മാണിക്യം, 4-ാമത്തേത് മരതകം എന്ന് സ്തോത്രം അവിടെ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സ്വർണവും ഈ ട്രാൻസ്പെറൻറ്റ് ഗോൾഡ്, ഞാനതിനെ വീണ്ടും പറയും, സ്തോത്രം, അതെ, ട്രാൻസ്പെറൻറ്റ് ഗോൾഡും അവിടുത്തെ ഡയമണ്ടും അവിടുത്തെ സ്തോത്രം അതെ പേൾസും ഒന്നും അല്ല അതിനെ മഹത്തരമാക്കുന്നത്, പകരം പ്രസൻസ് ഓഫ് ഗോഡ്. ഓ കം ഓൺ, ഓ ഹല്ലേലൂയ. മനസ്സിലായിട്ടാണോ മക്കളെ കൈയടിക്കുന്നത്? അപ്പോൾ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് അവിടുത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലാതെ അവിടുത്തെ മുത്ത്, ഭയങ്കര മുത്ത്, ഭയങ്കര സ്വർണം, ഭയങ്കര ഡയമണ്ട് ചെന്ന് കണ്ടോ, പക്ഷേ എക്സിബിഷൻ ആകല്ലേ സ്വർഗം, എക്സ്പീരിയൻസ് ആകണം സ്വർഗം. ഹല്ലേലൂയ. പലരും പ്രസംഗം പറയും, എനിക്കൊന്ന് ചെന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് അങ്ങ് എത്തിയാൽ മതി. നോ, ഇത് വീഗാലാൻഡ് അല്ല, ഇത് യെസ് വേൾഡ് അല്ല. സ്തോത്രം, ഇത് എക്സ്പീരിയൻസ് ആണ്. സഹോദരി സഹോദരന്മാരെ, കർത്താവ് നിങ്ങളിലുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളിലുണ്ടെങ്കിൽ, മൂക്കിൽ പഞ്ഞു കയറിയിട്ടല്ല സ്വർഗം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്, ഇപ്പോഴേ നിങ്ങൾക്ക് സ്വർഗം അനുഭവിപ്പാൻ കഴിയും. കാരണം തിരുവചനം പറയുന്നു, നമ്മളെ അവൻ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. നിങ്ങളുടെ ബോഡി ഇരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ചെയറിലാണ്, പക്ഷെ നിങ്ങളുടെ ആത്മാവ് ഇരിക്കുന്നത് സ്വർഗ സ്ഥലങ്ങളിലാണ്.
ഇൻ ജീസസ് നെയിം. ഇന്ന് വൈകിട്ട് 2 ഉണക്ക ചപ്പാത്തി ആയിരിക്കാം നിങ്ങളുടെ മുൻപിൽ വരുന്നത്. നിങ്ങൾ കിടക്കുന്നത് ചോർച്ചയുള്ള വീട്ടിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സ് ഒഴിഞ്ഞതായിരിക്കാം, നിങ്ങളുടെ അലമാരകൾ ശൂന്യമായിരിക്കാം. പക്ഷേ ദൈവകൃപയാൽ ഹൃദയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ജീവിതത്തിൽ മഹത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ തക്കൊണ്ട് കഴിയും, എൻ്റെ വീടല്ല, എൻ്റെ പഞ്ചറായ ബൈക്കല്ല, പകരം ഞാനായിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. അല്ലാതെ എത്ര വലിയ മാൻഷൻ, സ്തോത്രം, $1,000,000 വീടുണ്ടെങ്കിലും, എത്ര കോടികൾ സമ്പാദ്യമുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ അതിൻ്റെ പേര് നരകമാണ്. യേശുവില്ലെങ്കിൽ സ്തോത്രം, അതിൻ്റെ പേര് നരകമാണ്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത്, അതെ, സ്വർഗത്തെ സ്വർഗമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, യേശുവാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം, അത് മഹത്തരമാണ്. പറഞ്ഞാട്ടെ, സ്വർഗം, പുതിയ യെരൂശലേം, അത് മഹത്തരമാണ്. താങ്ക് യു ജീസസ്. മഹത്തരമാണ്, അത് മഹത്തരമാണ്. താങ്ക് യു ജീസസ്. അവിടെ എഴുതിയത്, അവിടെ 21:21 ഒരിക്കൽ കൂടെ തന്നവനെ 21:21 വായിക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ഗോൾഡ് എന്ന് പറയുന്നതായ ഒരു പദമുണ്ട്. നഗരത്തിൻ്റെ അവസാനം, നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടിക തുല്യമായ തങ്കം, സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കം, ട്രാൻസ്പെറൻറ്റ് ഗോൾഡ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. ആ ഗോൾഡ് ഇരിക്കുന്നത് ആസ് ഇറ്റ് വെയർ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. എന്തോ മനസ്സിലായി? ട്രാൻസ്പെറൻ്റ് ആണല്ലോ. ഇപ്പുറത്തെ റൂമിൽ നിൽക്കുമ്പോൾ ജെറി അപ്പുറത്താണ് പാർക്കുന്നതെങ്കിൽ, എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് ജെറിയുടെ വീടെങ്കിൽ, ഞാൻ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ജെറിക്ക് എന്നെ കാണാം, അപ്പുറത്ത് നിൽക്കുന്ന ജെറിക്ക് എന്നെ കാണാം, എനിക്ക് ജെറിയും കാണാം. ആരോ ഞെട്ടി കണ്ണ് തുറന്നു, എന്നിട്ട് ചോദിക്കുന്നു, ഓഹോ, പ്രൈവസി ഇല്ല അല്ലേ? പ്രൈവസി ഇല്ല അല്ലേ? അപ്പോൾ പുതിയ യെരൂശലേമിൽ പോകണോ? നിങ്ങൾക്ക് മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവിടെ കാണത്തില്ല. ഞെട്ടി. ഇന്ന് രാത്രി ചിലരുടെ ഉറക്കം പോയെങ്കിൽ കൊള്ളാം. നിങ്ങൾക്ക് മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ നേരെ വാ നേരെ പോ എന്ന് പറയാതെ ക്രുക്കറ്റ് സർപ്പൻ നേച്ചറിൽ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ സിംഹത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിയത്തില്ല. പാമ്പിൻ്റെ സ്വഭാവമുള്ളവർക്ക് സിംഹത്തിൻ്റെ രാജ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. ട്രാൻസ്പെറൻ്റ് ആയിരിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിന് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, വെളിച്ചത്തിൻ്റെ മക്കൾക്ക് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയത്തുള്ളൂ. ഇല്ലാതെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നേരെ വാ നേരെ പോ എന്ന് പറയാതെ വിഴുങ്ങുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി അടിസ്ഥാനപരമായ മാറ്റവും ആഴമായ മാനസാന്തരവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാരണം അത് സ്വച്ഛ സ്ഫടിക തങ്കമാണ്. 1 യോഹന്നാൻ 1:7 പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വെളിച്ചത്തിൻ്റെ മാർഗത്തിലുള്ള നടപ്പാണ് ക്രിസ്തീയ ജീവിതം. 1 യോഹന്നാൻ 1:7. വെളിച്ചത്തിൽ നടക്കുന്നവരെയാണ് യേശുവിൻ്റെ രക്തം കഴുകുന്നത്. വെളിച്ചത്തിൽ നടക്കുന്നവരെയാണ് കഴുകുന്നത്. കള്ളന്മാർ നടക്കുന്നത് സ്തോത്രം ഇരുട്ടിലാണ്. ചെന്താമര ഒളിച്ചിരുന്നത് സ്തോത്രം ഇരുട്ടിലായിരുന്നു. തീവ്രവാദികൾ നടക്കുന്നത് ഇരുട്ടിലാണ്. എല്ലാ അടിയൊഴുക്കുകളും എല്ലാ ക്രിമിനൽ സ്വഭാവമുള്ളവരും ഇരുട്ടിലാണ്. സ്തോത്രം. സ്പിരിച്വലി നിങ്ങൾ ക്രിമിനലാണ്. നിങ്ങൾ വക്രത കാണിക്കുന്നുവെങ്കിൽ അയ്യോ പോയി. ഇവിടെ തിരുവചനം പറയുന്നു, സ്തോത്രം സ്ഫടിക തങ്കം. 21:17 മുതൽ നമുക്ക് വായിച്ചു നോക്കാം. 21:17 മുതൽ അതിൻ്റെ മതിൽ അളന്നു. മനുഷ്യൻ്റെ അളവന് എന്ന് വെച്ചാൽ ദൂതൻ്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. 144 മതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. വീണ്ടും നഗരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ സകല രത്നം കൊണ്ട് അലങ്കരിച്ചിരുന്നു. 1 അടിസ്ഥാനം സൂര്യകാന്തം, 2 നീലരക്തം, 3 മാണിക്യം. വായിച്ച് സഹോദരന്മാരുടെ ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. രത്നം എന്നൊക്കെ പറയുക. 4 മരതകം, പിന്നെ 5 നഖക്കർണി, 6 ചുവപ്പ് കല്ല്, 7 പീതരത്നം, 8 ഗോമേതകം, 9 പുഷ്യരാഗം, 10 വൈഡൂര്യം, 11 പത്മരാഗം, 12 സുഗന്ധ രത്നം. അപ്പോൾ 12 ഗോപുരം, 12 മുത്ത്, 12 മുത്തിന് മുമ്പ് 12 ഡയമണ്ട്സ് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഡയമണ്ട്സ് കഴിഞ്ഞിട്ട് ഇവിടെ ഇതാ 12 ഗോപുരം, ഗേറ്റ്സ് വച്ചിട്ട് സ്തോത്രം മുത്തുകളാണ്. ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളത്. നഗരത്തിൻ്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. 2 സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്ന് അടിസ്ഥാനം, മറ്റൊന്ന് ഗേറ്റ്സ് അല്ലേ? അടിസ്ഥാനം എങ്ങനെയായിട്ടിരിക്കുന്നത്? അടിസ്ഥാനം ഡയമണ്ട് കൊണ്ടാണ്, എന്നാൽ ഗേറ്റ്സ് വന്നിട്ട് മുത്ത് കൊണ്ടാണ്.
അടിസ്ഥാന ഡയമണ്ട് കൊണ്ടാണ്, ഗേറ്റ്സ് വന്നിട്ട് സ്തോത്രം മുത്തുകൊണ്ടാണ്. അടിസ്ഥാന ഡയമണ്ട് മുത്തുകൾ കൊണ്ട് ഗേറ്റാണ്. സോ അതുകൊണ്ട് സ്തോത്രം ഒന്നാമതായി ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഇത് മുത്തും ഡയമണ്ട്സും കൊണ്ട് നിറഞ്ഞതായ സ്തോത്രം വളരെ പ്രോസ്പറസ് ആയ, വളരെ മഹത്വപൂർണമായ ഒരു പട്ടണമാണ്. പക്ഷേ മഹത്വപൂർണ്ണമാക്കുന്നത് ഒരിക്കലും മറക്കരുത്, ദൈവത്തിൻ്റെ വിലയേറിയ മഹത്വമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അതിനെ മഹത്വമാക്കുന്നത്. ലൈഫിനെ മഹത്വമാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ചർച്ചിനെ മഹത്വമാക്കുന്നത് ഒരു ദൈവദാസനുമല്ല. ചർച്ചിനെ മഹത്വപൂർണ്ണമാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റുമല്ല, ഒരു പ്രോഗ്രാമല്ല. പകരം കർത്താവിൻ്റെ പ്രസൻസാണ് കർത്താവിൻ്റെ സഭയെ മഹത്വപൂർണ്ണമാക്കുന്നത്. പ്രസൻസ് ഇല്ലാത്തതായ സഭയാണെങ്കിൽ പ്രോഗ്രാം മാത്രമാണ്. ഒരിക്കൽ കൂടെ, പ്രസൻസ് ഇല്ലാത്ത സഭയാണെങ്കിൽ പ്രോഗ്രാം മാത്രമാണ്. പ്രോഗ്രാമിനായി മാത്രം വരുന്നെങ്കിൽ, പ്രോഗ്രാം പോലെ പരിപാടികൾ കടന്നു പോകുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം അവിടെ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ദൈവത്തിൻ്റെ പ്രസൻസ് ഇറങ്ങി നിർത്തിയാട്ടെ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. എന്ത് വില കൊടുത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിർത്തിയാട്ടെ. കാരണം വരുന്നവൻ അറിയണം, അയ്യോ യഹോവ ഈ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ യേശു ഈ സ്ഥലത്തുണ്ട്, ഞാനോ അത് അറിഞ്ഞില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെയും കർത്താവിൻ്റെ സാന്നിധ്യം എന്തെന്ന് ഇന്നതെന്ന് അറിയാത്തവർ ഓരോ കൂടി വരുമ്പോൾ ദൈവകൃപയാൽ സ്തോത്രം അവർ അനുഭവിച്ചറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് തൊടുന്നത്, കർത്താവ് സംസാരിക്കുന്നത് വചനത്തിലൂടെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും ദൈവകൃപയാൽ അനുഭവിച്ച് അറിഞ്ഞിരിക്കണം. സ്തോത്രം. അതെ, അത് മഹത്വപൂർണ്ണമായ ഒരു സ്ഥലമാണ്. മഹത്വമാക്കുന്നത് പണമല്ല, കുടുംബ പേരല്ല, കർത്താവിൻ്റെ പ്രസൻസാണ്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയട്ടെ, സ്തോത്രം, അതൊരു സമ്പൂർണ്ണമായ സാന്നിധ്യത്തിൻ്റെ ഒരു പട്ടണമാണ്. അതൊരു സമ്പൂർണ്ണതയുടെ ഒരു പട്ടണമാണ്. അത് സമ്പൂർണ്ണതയുടെ പട്ടണമാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22, 23 വാക്യങ്ങൾ. അത് സമ്പൂർണ്ണമായ, അതിൽ കുഴപ്പമില്ലാത്ത ഒരു പട്ടണമാണ്. ഒരു കുഴപ്പമില്ല. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. എഴുതിയെടുക്കണം, പെർഫെക്റ്റ് പ്ലേസ്. അതൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. അത് സ്തോത്രം ഒരുക്കപ്പെട്ടതാണ്, അലങ്കരിക്കപ്പെട്ടതാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഒരുക്കപ്പെട്ടതാണ്, അലങ്കരിക്കപ്പെട്ടതാണ്, പിന്നെ ദൈവ നിർമ്മിതമാണ്, അത് വാഗ്ദത്തം ചെയ്തതാണ്, അത് മഹത്തരമാണ്. ഇപ്പോൾ ഇതാ പറയുന്നു, സ്തോത്രം, അതൊരു പെർഫെക്റ്റ് ആണ്. അതൊരു സ്തോത്രം, അതെ, പെർഫെക്റ്റായ ഒരു സ്ഥലമാണ്, പരിപൂർണതയുടെ ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22, 23 വായിച്ചാട്ടെ. മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിൻ്റെ മന്ദിരം ആകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, ദൈവ തേജസ് തന്നെ അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാട് അതിൻ്റെ വിളക്കാകുന്നു. അടുത്ത് സ്തോത്രം, അടുത്ത 26, 27 വാക്യങ്ങൾ. 26, 27 വാക്യങ്ങൾ. ജാതികളെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. 27, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. സ്തോത്രം. അതൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. ആ പെർഫെക്റ്റ് പ്ലേസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം, പല കാര്യങ്ങൾ അവിടെ ഇല്ല. പല കാര്യങ്ങളില്ല, ഒത്തിരി കാര്യങ്ങളില്ല. ഒന്ന്, പാപം അവിടെ ഇല്ല. പാപം അവിടെ ഇല്ല, മ്ലേച്ഛതയില്ലെന്ന് നമ്മൾ വായിച്ചു. സ്തോത്രം, അതിൽ പാപമില്ല. 2, മരണം അവിടെ ഇല്ല. പാപമില്ലാത്തത് കൊണ്ട് മരണമില്ല. എങ്ങനെയാണ് മരണമുണ്ടായത്? പാപമാണ് മരണം കൊണ്ടുവന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സ്തോത്രം. ആദാം പാപം ചെയ്തത് കൊണ്ടാണ് മരണം സ്തോത്രമുണ്ടായത്. സോ അവിടെ പാപമില്ല. ആ പട്ടണം പെർഫെക്റ്റ് ആകാൻ കാരണം പാപമില്ല. 2, മരണമില്ല. 3, സ്തോത്രം, നിലവിളിയില്ല. ആ പട്ടണത്തിൽ കണ്ണുനീരില്ല. ആ പട്ടണത്തിൽ മോർണിംഗ് നിലവിളിയില്ല. സ്തോത്രം. അതെ, വിലാപമില്ല. വിലാപമില്ല. പിന്നെ കരച്ചിലില്ല. സ്തോത്രം. അഥവാ കണ്ണുനീരില്ല, വിലാപമില്ല, നിലവിളിയില്ല. പിന്നെ വേദനയില്ല. ആ പട്ടണത്തിൽ വേദനയില്ല. അതിൽ ശാപമില്ല. ആ പട്ടണത്തിൽ ശാപമില്ല. അതിൽ രാത്രിയില്ല. മാത്രമല്ല അവിടെ സമുദ്രമില്ല. ആമേൻ. ബാക്കിയുള്ളത് HW വീട്ടിൽ ചെന്ന് ബാക്കി കണ്ടുപിടിക്കുക. ഞാൻ ആവർത്തിക്കട്ടെ ഒരിക്കൽ കൂടെ. സ്തോത്രം. അതിൽ പാപമില്ല. ആ പട്ടണത്തിൽ മരണമില്ല. അവിടെ സ്തോത്രം, വിലാപങ്ങളില്ല. അവിടെ കരച്ചിലില്ല. അവിടെ വേദനയില്ല. അവിടെ ശാപമില്ല. അവിടെ രാത്രിയില്ല. അവിടെ സമുദ്രമില്ല.
പിന്നെ എന്തില്ല ഇരിക്കാം. അവിടെ പോരാട്ടമില്ല. കാര്യം എന്ത്? അവിടെ സാത്താനില്ല. അവിടെ സാത്താനില്ല. കാരണം സാത്താനെ അതിന് മുൻപേ അന്ത്യനായവിധിയെങ്കിൽ അവനെ നരകത്തീയിൽ തള്ളിയിട്ടു. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് രാത്രി അതെ നിൻ്റെ ഇന്നലകളെ നോക്കി സാത്താൻ വിരട്ടുന്നെങ്കിൽ സാത്താൻ്റെ നാളെ നോക്കി അവനെ വിരട്ടിയാട്ടെ. സാത്താൻ നിൻ്റെ ഇന്നലെ പോക്കുന്നെങ്കിൽ ഉടനെ പറയുന്ന പിശാചേ, നിൻ്റെ നാളെ ഇതാണ് വരാൻ വേണ്ടി പോകുന്നത്. നിൻ്റെ നാളെ മോശമാണ്, പക്ഷേ എൻ്റെ നാളെ ഒത്തിരി നല്ലതാണ്. ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. ആ പട്ടണത്തെ നോക്കി, പുതിയ യെരൂശലേമിനെ നോക്കി പറയാം, ഇറ്റ്സ് എ പെർഫെക്റ്റ് പ്ലേസ്. അതൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. പല പട്ടണങ്ങളെ നോക്ക്, പല പേരുകൾ നമുക്ക് പറയാൻ തക്കണം കഴിയും. ഉദയ്പൂർ, ഞാൻ കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള പട്ടണങ്ങളിലൊന്നാണ് ഉദയ്പൂർ. ഉദയ്പൂരിൻ്റെ പ്രത്യേകത എന്താണ്? ഉദയ്പൂരിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ലേക്ക് സിറ്റി എന്നാണ് വിളിക്കുന്നത്. ലേക്ക് സിറ്റി, തടാകങ്ങളുടെ പട്ടണമാണ്. അതെ, സ്തോത്രം, ഉദയ്പൂർ. ജയ്പൂരാണെങ്കിൽ പിങ്ക് സിറ്റി എന്നാണ് വിളിക്കുന്നത്. അത് രാജസ്ഥാനാണ്. ജയ്പൂർ പിങ്ക് സിറ്റി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജോധ്പൂർ എന്താണ്? ജോധ്പൂർ സൺ സിറ്റി എന്നാണ്. സ്തോത്രം, അതെ, സൺ സിറ്റി, സൂര്യൻ്റെ പട്ടണം. കാരണം അത്ര ബ്രൈറ്റ് ആണ്. അപ്പോൾ ലേക്ക് സിറ്റി ഉദയ്പൂരാണ്, പിങ്ക് സിറ്റി ജയ്പൂരാണ്, ജോധ്പൂർ സൺ സിറ്റിയാണ്, ഷിക്കാഗോ വിൻ സിറ്റിയാണ്, കാറ്റാണ്. ഡിട്രോയിഡ് ലേക്സിൻ്റെ കാറ്റാണ് ഷിക്കാഗോ. സ്തോത്രം, ഷിക്കാഗോ വന്ന വിൻ സിറ്റിയാണ്. ന്യൂയോർക്ക് ബിഗ് ആപ്പിൾ എന്നാണ് പറയുന്നത്. ന്യൂയോർക്ക് ബിഗ് ആപ്പിൾ. സ്തോത്രം, ലോസ് ഏഞ്ചൽസ് ദൂതന്മാരുടെ പട്ടണം, സിറ്റി ഓഫ് ഏഞ്ചൽസ്. തീ കെട്ടുപോകട്ടെ. ഹല്ലേലൂയ. ദൂതന്മാരുടെ പട്ടണം. യെസ്, തീ കെടട്ടെ, ജനം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷേ ന്യൂ ജെറുസലേമിൻ്റെ പ്രത്യേകത, ഇറ്റ്സ് എ പെർഫെക്റ്റ് സിറ്റി. വൈ ഇറ്റ് ഈസ് പെർഫെക്റ്റ് സിറ്റി? എന്തുകൊണ്ട് അത് പെർഫെക്റ്റ് സിറ്റി ആയിരിക്കുന്നു? ഇറ്റ്സ് എ ഹോളി സിറ്റി. ഹല്ലേലൂയ. അത് പരിശുദ്ധിയുടെ ഒരു പട്ടണമായതുകൊണ്ട്, അത് വിശുദ്ധിയുടെ ഒരു സ്ഥലമായതുകൊണ്ട്, അത് സ്തോത്രം പെർഫെക്റ്റ് സിറ്റി ആയിരിക്കുന്നു. ആ പട്ടണത്തിൽ സ്തോത്രം പള്ളിയില്ല, ആ പട്ടണത്തിൽ സഭയില്ല, അവിടെ മന്ദിരം കാണുന്നില്ല എന്നാണ് തിരുവചനം പറയുന്നത്. അവിടെ മന്ദിരമില്ല. സ്തോത്രം നോക്കി, 21:22 മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിൻ്റെ മന്ദിരം ആകുന്നു. അതിനർത്ഥം, ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, നിങ്ങൾ സ്വർഗം അനുഭവിക്കുന്നവരെങ്കിൽ നിങ്ങളായിരിക്കുന്നിടമാണ് നിങ്ങളുടെ സഭ. നിങ്ങളായിരിക്കുന്നിടം സഭയാണ്. നിങ്ങൾ ഞായറാഴ്ച മാത്രമല്ല ചർച്ചിൽ വരുന്നത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് ചർച്ചുണ്ട്, ചൊവ്വാഴ്ച നിങ്ങൾക്ക് ചർച്ചുണ്ട്, വ്യാഴാഴ്ച ചർച്ചുണ്ട്, ശനിയാഴ്ച ചർച്ചുണ്ട്, രാവിലെ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷമുണ്ട്, വൈകിട്ടുണ്ട്. എപ്പോൾ നിങ്ങൾ പാടുന്നോ നിങ്ങൾ സഭയിലാണ്. കാരണം എൻ്റെ പ്രസൻസിലാണ്. ഹല്ലേലൂയ. ഏത് അർദ്ധരാത്രി നിങ്ങൾ സ്തുതിച്ചാലും നിങ്ങൾ സഭയിലാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ചർച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണം. പറഞ്ഞാട്ടെ, ചർച്ചിനെ വീട്ടിൽ കൊണ്ടുപോകണം. അതെന്താണ്? ഏതോ മെറ്റീരിയൽ അല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ, സ്തോത്രം, അത് ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രസൻസിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ മറുപടിയാണ് നിങ്ങൾക്ക് സ്തോത്രം ഈ പട്ടണത്തിൽ ന്യൂ ജെറുസലേമിൽ കാണുവാൻ കഴിയുന്നത്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫ്യൂച്ചറിൽ, ഭാവിയിൽ ദൈവകൃപയാൽ സ്തോത്രം, അതേ ബോൺ അഗെയിൻ ആകാൻ പോകുന്ന, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവ് സ്തോത്രം ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ പെട്ടെന്ന്. യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി, കംപ്ലീറ്റ് ആൻസർ ലഭിക്കുന്നത് പുതിയ യെരൂശലേമിലാണ്. ഒരിക്കൽ കൂടെ, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം, മഹാപുരോഹിത പ്രാർത്ഥന. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് മഹാപുരോഹിത പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് പുതിയ യെരൂശലേമിലാണ്. 3 വെള്ളിയാഴ്ച കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇതുവരെ മറുപടി കിട്ടിയില്ല. 3 മാസമായി പ്രാർത്ഥിക്കുന്നു, 2 വർഷമായി പ്രാർത്ഥിക്കുന്നു, ഇതുവരെ മറുപടിയില്ല എന്നാരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, 2025 വർഷമായി കർത്താവ് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ, തളർന്നു പോകല്ലേ. യേശു കർത്താവിൻ്റെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളുടെ മറുപടി പുതിയ യെരൂശലേമിൽ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവകൃപയാൽ ഒരിക്കലും സ്തോത്രം തളർന്നു പോകരുത്. ദൈവകൃപയാൽ ഹല്ലേലൂയ അതേ കാത്തിരുന്നാട്ടെ. ആ പട്ടണത്തിൻ്റെ 2 സ്തോത്രം ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന് ഫൗണ്ടേഷനുണ്ട്, മറ്റൊന്ന് ഗോപുരമുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അടിസ്ഥാനമുണ്ട്, അതേ ഗോപുരങ്ങളുണ്ട്. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്തോത്രം പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരാണ്. പുതിയ
നിയമത്തിൻ്റെ അപ്പോസ്തലന്മാരാണ് ഫൗണ്ടേഷൻ. എല്ലാവരും പറഞ്ഞാട്ടെ, പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തലന്മാർ ആരാണ്? ഫൗണ്ടേഷൻ. എൻ്റെ സമയം പോയി. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതേ സ്തോത്രം, അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനം, അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം 1 കൊരിന്ത്യർ ലേഖനം 3:10 പറയുന്നു. 1 കൊരിന്ത്യർ 3:10 സ്തോത്രം, മറ്റൊരുത്തൻ ഇട്ട അടിസ്ഥാനത്തിന്മേലല്ല പണിതത്. അതിനർത്ഥം വേറൊരുത്തൻ പണിത് വെച്ചിരിക്കുന്ന ചർച്ചിനെ പൊട്ടിച്ചിട്ട് തുടങ്ങുന്ന പരിപാടിയല്ല പൗലോസ് പറയുന്നത്. അതിൻ്റെ പേര് കൊള്ളയാണ്, അതിൻ്റെ പേര് മോഷണമാണ്. എന്നാൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനിയായൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പൗലോസ് സ്വന്തം അനുഭവത്തെ നോക്കി പറയുന്നു, അതൊരു അടിസ്ഥാനമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ട്, എന്താണ്? അടിസ്ഥാനമാണ്. അടിസ്ഥാനം, ഒരു ബിൽഡിങ്ങിൻ്റെ അടിസ്ഥാനം മണ്ണിൻ്റെ അടിയിലാണ്, അത് പുറമേ കാണത്തില്ല. സ്തോത്രം. അർത്ഥം, നിങ്ങളുടെ സാക്രിഫൈസ്, നിങ്ങളുടെ ത്യാഗം, നിങ്ങളുടെ അധ്വാനം എനിക്ക് കാണാൻ പറ്റത്തില്ല, എൻ്റേത് നിങ്ങൾക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ നിത്യതയിൽ അത് വെളിപ്പെടും. അയ്യോ, അവരെനിക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല, മറ്റവരെ എനിക്ക് വേണ്ടി കൈയടിച്ചില്ല, അവനെനിക്ക് ഫാൻസ് അസോസിയേഷൻ അല്ല, അവരെന്നെ പ്ലാറ്റ്ഫോമിൽ പൊക്കിയില്ല, നടക്കത്തില്ല മക്കളെ. പ്ലാറ്റ്ഫോമിൽ ഒരുത്തനെ പൊക്കിയിട്ട് എന്നെ മണിയിപ്പോൾ 9 കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് സ്തോത്രം, പ്ലാറ്റ്ഫോമിൽ ഒരാളുടെ മാത്രമേ ഉയർത്താൻ കഴിയത്തുള്ളൂ. പറ, കർത്താവ് യേശുവിനെ മാത്രം. അതുകൊണ്ട് കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണുകയും അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിയുകയും ചെയ്യുന്ന, സകലതിനെ അളന്നു നോക്കുന്ന, തൂക്ക് നോക്കുന്ന, സകലതിനെ വാല്യൂ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിനക്ക് മാന്യതയുണ്ടാകുന്നത്. സ്തോത്രം. അടിസ്ഥാനം അത് ഡയമണ്ട്സിലാണ് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കല്ലുകളിലാണ്, അഥവാ സ്തോത്രം ഡയമണ്ട്സിലാണ് അടിസ്ഥാനം. ഇനി നോക്കിയാൽ എൻ്റെ ഗോപുരം വന്നിട്ട് പഴയ നിയമത്തിൻ്റെ ഗോത്രപിതാക്കന്മാരുടെ പേരിലാണ് 12 ഗോപുരങ്ങൾ ആയിരിക്കുന്നത്. അത് മുത്തുമയമായ ഗോപുരം, മുത്തുമയമായ ഗോപുരം. എല്ലാവരും പറഞ്ഞാട്ടെ, മുത്ത്. മുത്തുമയമായ ഗോപുരം. പേൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മുത്തുച്ചിപ്പിയോട് ചോദിച്ചാൽ പേൾ പറയും, പെയിനിലാണ് പേൾ ഉണ്ടാകുന്നത്, പെയിനിലാണ് പേൾ ഉണ്ടാകുന്നത്, പെയിനിലാണ് പേൾ ഉണ്ടാകുന്നത്. ഞാനത് പ്രസംഗിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ക്യാരക്ടറാണ് സ്തോത്രം ലേയുടെ 6 മക്കളുടെ പേര് ആ 12 ഗോപുരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലേയുടെ 6 മക്കളുടെ പേര് ആ 12 സ്തോത്രം ഗോപുരങ്ങളുണ്ട്. ഒരു ദിവസം പോലും സന്തോഷം എന്തെന്നറിയാതെ ജീവിച്ചവളായിരുന്നു ലേയ. പക്ഷെ 50% അമ്മച്ചി പിടിച്ചു. ഹല്ലേലൂയ. ഒരു ദിവസം പോലും സന്തോഷം എന്തെന്നറിയാതെ ജീവിച്ചവൾ. അവളുടെ മക്കളെ പേര് നോക്ക്, ഹാഫ് അമ്മച്ചി പറയും സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ, അതെ, ഈ പട്ടണത്തിൻ്റെ പുറമുണ്ടല്ലോ, ഈ പട്ടണത്തിൻ്റെ പുറത്തുള്ള 6 പേരുടെ പേരുണ്ടല്ലോ, അത് എൻ്റെ പിള്ളേരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് നോക്കട്ടെ, സ്തോത്രം. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇറ്റ് ഈസ് സ്തോത്രം പെർമനൻറ്റ്. അതൊരിക്കലും സ്തോത്രം ഇളകുന്നതല്ല, മാറുന്നതല്ല, പഴകുന്നതല്ല. അത് നിലനിൽക്കുന്ന പട്ടണമാണ് പുതിയ യെരൂശലേം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? പെർമനൻ്റ്. എന്നെന്നും നിലനിൽക്കുന്നതാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. ദാറ്റ് മീൻസ് എറ്റേണൽ. എറ്റേണൽ എന്ന് പറഞ്ഞാൽ അവിടെ ടൈമില്ല, അവിടെ സ്പേസ് ഇല്ല. ടൈമില്ല, സ്പേസ് ഇല്ല. അയ്യോ, എൻ്റെ തല ഏതാണ്ട് പോലെ ആകുന്നു. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ടൈമില്ല, സ്പേസ് ഇല്ല. ടൈമും സ്പേസും ഇല്ലാത്തതാണ് എറ്റേണൽ എന്ന് പറയുന്നത്. എറ്റേണൽ ഫാദർ, എറ്റേണൽ പ്ലേസ്, എവർലാസ്റ്റിംഗ് ഫാദർ, നിത്യപിതാവ്, നിത്യത. സ്തോത്രം. സ്വർഗം ടൈമില്ല, പ്ലേസ് ഇല്ല. 3,84,400 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക്. 3,84,400 കിലോമീറ്റർ ഉണ്ട്. ഒരു പക്ഷിക്ക് ചന്ദ്രനിലേക്ക് പോകാൻ, ചന്ദ്രനിലേക്ക് പറക്കാൻ അതിന് അവസരം ഉണ്ടായെന്ന് ഇരിക്കട്ടെ. അപ്പോൾ പക്ഷിയുടെ ചുണ്ടിൽ ഒരു ചെറിയ കല്ല്, ഒരു ചെറിയ കല്ല് ഇങ്ങനെ കൊത്തിയെടുത്ത് പറക്കാൻ അതിന് കഴിയും. 3,400 കിലോമീറ്റർ. പക്ഷി ഇതാ ഒരു ചെറിയ മണൽത്തരി കൊത്തിയെടുത്ത് അത് പറന്നു, ചന്ദ്രനിലേക്ക് പോയി, അതവിടെ ചന്ദ്രനിൽ നിക്ഷേപിച്ചു, വീണ്ടും തിരിച്ചു വന്നു, അടുത്ത മണൽത്തരി കൊത്തിയെടുത്ത് അത് ചന്ദ്രനിലേക്ക് പറന്നു, വീണ്ടും തിരിച്ചു വന്ന് അടുത്ത മണൽത്തരി കൊത്തിയെടുത്ത് ചന്ദ്രനിലേക്ക് 3,84,000 കിലോമീറ്റർ പറന്നു, വീണ്ടും തിരിച്ചു വന്നു, അടുത്ത കല്ലുകൾ, അടുത്ത മണൽത്തരികൾ, ഇങ്ങനെ പക്ഷി പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് അവസാനം ഭൂമിയെ ഇല്ലാതാക്കി ചന്ദ്രനിലെ ഭൂമിയെ പക്ഷി അങ്ങ് നിക്ഷേപിക്കുമ്പോൾ നിത്യതയിൽ 1 സെക്കൻഡേ ആകുന്നുള്ളൂ. അതാണ് നിങ്ങൾ പോകുന്നതായ നിത്യതയുടെ സ്തോത്രം. ആ നിത്യതയുടെ ആട്
ഭൂമിയെ ചന്ദ്രനാക്കി തീർത്താൽ ഒരു പക്ഷേ അതിൻ്റെ ചെറിയൊരു കല്ല് അല്ലെങ്കിൽ ചെറിയൊരു മണൽത്തരി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതെ എത്ര ദശലക്ഷം കോടാനുകോടി വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോടാനുകോടി വർഷങ്ങൾ പറക്കുമ്പോഴും നെത്തിയിലെത്തുമ്പോൾ സ്തോത്രം 1 സെക്കൻഡേ ആകുന്നുള്ളൂ. പുതിയ യെരൂശലേം യേശു വരുന്നു. ഇന്ന് കേട്ടത് മുഴുവൻ സ്തോത്രം അവിടെ നിങ്ങൾ കാണാൻ പോകുന്നു. സ്വർഗം ഒരു ഭയങ്കര സർപ്രൈസിൻ്റെ പ്ലേസാണ്. ദാനിയേൽ എഴുതാത്തത്, യോഹന്നാൻ കാണാത്തത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർട്ടനിട്ട് ഇങ്ങനെ മറച്ചു വെച്ചേക്കുകയാണ്. കർട്ടനിട്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്നു. നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതായ എത്രയോ ഉന്നതമായ വലിയ കാര്യങ്ങളാണ് നിത്യതയിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു ജീസസ്. ഷാൽ വി സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാടെ. ഹല്ലേലൂയ. ഈ നല്ല ദിനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പുതിയ യെരൂശലേം നിലനിൽക്കുന്ന നിത്യ സ്ഥാനത്തേക്ക് ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് നിങ്ങളെ കൊണ്ടുപോകുവാനായി ദൈവസന്നിധിയിൽ വരുന്നു. കാഹളം ധുനിക്കും മരിച്ചവർ അക്ഷരായി ഉറക്കം ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എടുത്തുകൊള്ളപ്പെടുക തന്നെ ചെയ്യാം. 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ.